الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ പരിപാടിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. മതം മനഃശാന്തിയുടെ മാർഗം എന്ന വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയും വികാസവും അതിൻ്റെ നിലനിൽപ്പും എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ശരീരത്തെക്കാൾ ഏറെ പഠനങ്ങൾ മനസ്സിനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനഃശാസ്ത്ര പഠനങ്ങൾക്ക് പുറമെ മനസ്സും ശരീരവും കൂടി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുമുണ്ട്. ശാരീരികമായ പല അസുഖങ്ങളും ഉണ്ടാകുന്നത് പോലും മാനസികമായ അവസ്ഥയുടെ താളം തെറ്റലാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്തിനാണ് ജീവിക്കുന്നത് എന്നറിയാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ സ്വയം ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. സ്വയം ആത്മഹത്യ ചെയ്യുന്നതോടൊപ്പം കുഞ്ഞുങ്ങളെയും ഭാര്യ ഭർത്താക്കന്മാരെയും ഒക്കെ കൊലപ്പെടുത്തി അവരുടെ ജീവിതവും കൂടി അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അറിയാതെ ജീവിതം തുലച്ചു കളയുന്ന ആളുകളുണ്ട്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് അതിനടിമയായി അവസാനം ജീവിതം താളം തെറ്റിപ്പോയ എത്രയോ മനുഷ്യരുണ്ട്. ഇപ്പൊ മനുഷ്യന് ഒരു വീക്ഷണവും ഒരു തീരുമാനവും ഉണ്ടാകേണ്ടത് മനസ്സ് സമനിലയിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെയാണ് അത് ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യന് അത്ഭുത ജീവിയാണ്. നേരത്തെ മൗലവി സൂചിപ്പിച്ച പോലെ നമ്മൾ മനുഷ്യരായി എന്നത് വലിയ ഒരു നിഅമത്താണ്. മനുഷ്യരിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് എത്തിച്ചേരാനും ആ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അവസരമുണ്ടായി എന്നത് അതിലും വലിയൊരു അനുഗ്രഹമാണ്. നാം ഓർത്തു നോക്കൂ, ഇപ്പോൾ നമ്മളിവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നു. പല തിരക്കുമുണ്ടായിട്ടും പല ഏർപ്പാടുകളും ഉണ്ടായിട്ടും ഇതൊരു നല്ല കാര്യമാണ് എന്ന് നമുക്ക് തോന്നി നമ്മളിതിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എത്രയോ ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തവരുണ്ട്. എന്ത് മതം, എന്ത് ഖുർആൻ, എന്ത് സുന്നത്ത്, എന്ത് റസൂൽ ഒന്നും ആലോചിച്ചിട്ടില്ലാത്ത മനുഷ്യർ അവരങ്ങനെ ജീവിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന് വെറും ഭൗതികമായി പഠിക്കുകയും ഭൗതിക ആവശ്യങ്ങൾ മാത്രം ആവശ്യങ്ങളായി കരുതുകയും ഭൗതിക ശരീരത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പ്രശ്നങ്ങളായി കാണുകയും ചെയ്യുന്നത് മനുഷ്യനെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് മനുഷ്യന്റെ പ്രശ്നം? ഒരുപാട് പഠനം നടക്കുന്നുണ്ടല്ലോ. മനുഷ്യന്റെ പ്രശ്നം എന്താ? തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്, ആരോഗ്യം ഒരു മനുഷ്യന്റെ പ്രശ്നമാണ്, ജീവിതത്തിൽ അങ്ങനെ പല പല പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അത്തരം പ്രശ്നങ്ങൾ തീർത്ത് അവൻ ആവശ്യമായ ഭൗതിക വിഭവങ്ങൾ നൽകുക എന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരേ ഒരു ലക്ഷ്യമാണത്. ശരി, നമ്മൾ അങ്ങനെ മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ പ്രഖ്യാപനം നടത്തും. ഇപ്പൊ 2010 എല്ലാവർക്കും ആരോഗ്യം, 2010 എല്ലാവർക്കും വൈദ്യുതി, അതല്ലെങ്കിൽ എല്ലാ വൃദ്ധന്മാർക്കും പെൻഷൻ, കർഷക തൊഴിലാളികൾക്ക് ഇന്ന ആനുകൂല്യം, ഇതൊക്കെ നമ്മള് സർക്കാരുകളുടെ പ്രഖ്യാപനമായി കേൾക്കാറുണ്ട്. ഇതൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കാം. എന്നാൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കോ? പണം
പ്രശ്നം എന്ന് വിചാരിക്കുന്നു ചില ആളുകൾ, ദാരിദ്ര്യം. പക്ഷെ ചില ആളുകൾക്ക് പണമാണ് പ്രശ്നം. പണമില്ലാത്ത സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായ ഒരു ജീവിതത്തിലേക്ക് പോയതിന് കാരണം പണമാണെങ്കിലോ, അപ്പൊ അവന്റെ പ്രശ്നം പണമാണ്. അധികാരമൊന്നുമില്ലാത്ത സമയത്ത് നന്നായി ജീവിച്ച ഒരു മനുഷ്യൻ അധികാരം കിട്ടിയപ്പോൾ കൂടുതൽ മോശമായെങ്കിൽ അവന്റെ പ്രശ്നം അധികാരമാണ്. ആരോഗ്യമില്ലാതിരുന്ന സമയത്ത് നന്നായി ജീവിച്ച ഒരാൾ ആരോഗ്യം കിട്ടിയപ്പോൾ കൂടുതൽ ആയി തീരുകയാണെങ്കിലോ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം അവന് കിട്ടിയ ആരോഗ്യമാണ്. അപ്പൊ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഗുണങ്ങളൊക്കെ തന്നെയും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ മാത്രമാണ് ഭാഗ്യശാലി. അല്ലാത്തവൻ ഇതൊരു ഭാരവും ഒരു നാശവും ഒരു ശാപവുമായി തീരും. ഇത് ഞാൻ ഇങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം, ഇന്ന് ആളുകളിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇപ്പോൾ ആവശ്യം മനഃശാന്തിയാണ്. മനഃശാന്തിയെക്കുറിച്ച് ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരും, എന്നിട്ട് മനസ്സിന് അല്പം സ്വസ്ഥത കിട്ടാൻ എന്തുണ്ട് വഴി എന്നന്വേഷിച്ച് ശരിയല്ലാത്ത പല വഴികളിലും ചെന്നെത്തുന്നുണ്ട്. ഇപ്പോൾ പല നാടുകളിലും വളർന്നു വരുന്ന ആത്മീയ കേന്ദ്രങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, സിദ്ധ കേന്ദ്രങ്ങൾ, അങ്ങനെ പലതും മനുഷ്യന്റെ ഈ ഒരു ആഗ്രഹത്തെ ചൂഷണം ചെയ്യുകയാണ്. എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാമായി, പക്ഷെ ഒരു സ്വസ്ഥതയില്ലല്ലോ. അപ്പൊ എവിടെ ഒരു സ്വസ്ഥത, ഒരു സമാധാനം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ ചെന്നെത്തുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലാണ്. ഈ കേന്ദ്രങ്ങളാകട്ടെ അധികവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബഹുദൈവ വിശ്വാസങ്ങളും മനുഷ്യന്റെ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന കേന്ദ്രങ്ങളുമാണ് എന്ന് മനുഷ്യർ അറിയുന്നില്ല. ഇവിടെ എല്ലാവർക്കും ആഗ്രഹമുള്ള, എല്ലാവർക്കും ആവശ്യമായ, എല്ലാവരും കൊതിക്കുന്ന സമാധാനം എന്ന വിഷയം, ആ സംഗതി എങ്ങനെ കൈവരിക്കാൻ സാധിക്കും? അതാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. ഖുർആനിൽ പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാകും. ദൈവസ്മരണ കൊണ്ട് മനസ്സമാധാനമുണ്ടാകൂ എന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ മനസ്സമാധാനത്തിന് എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയണം. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നത് ജീവിതവും മനുഷ്യന്റെ വിശ്വാസവും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിലാക്കി തീർക്കാനാണ്. മദ്യപിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ അത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് ആവില്ല. കാരണം അള്ളാഹുവിനെ ഓർക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രചോദനത്തോടു കൂടിയാണ്. ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ ഇല്ലേ, ഞാൻ ഇത് പറയുന്നത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാണോ അല്ലേ, ഞാനിപ്പോൾ ആലോചിക്കുന്ന വിഷയം അള്ളാഹു സ്വീകരിക്കുന്നതാണോ അല്ലേ, അതാണ് മനസ്സമാധാനമുണ്ടാകാൻ അള്ളാഹുവിനെ സ്മരിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നാം കാണുന്ന ഒരു വലിയ പ്രയാസം എന്താണെന്നല്ലേ, നമ്മളൊക്കെ ഒരു മതസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. വ്യത്യസ്ത മതവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ്. ഇവിടെയൊക്കെ തന്നെയും മതവും ദൈവവും പരിചയപ്പെട്ടതാണ്. മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കൊരു പുതുമയൊന്നുമില്ല. പടച്ചവെന്ന് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട എന്ന് പറയാൻ ആളുകൾ. കാരണം അതിങ്ങനെ എത്ര കാലമായി കേൾക്കുന്നു. എന്നിട്ടിപ്പോ അവിടെ എന്താ പ്രശ്നം? അപ്പോ മനുഷ്യന്റെ മനസ്സിൽ ദൈവസ്മരണ മാറ്റം വരുത്തുകയും സമാധാനം നൽകുകയും ചെയ്യുക എന്നത് അനുഭവത്തിൽ ലഭിക്കാതെ പോയതാണ് പ്രശ്നം. എത്ര കാലമായി നിസ്കരിക്കുന്നു, എന്നിട്ട് എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ എന്നൊരു മനുഷ്യൻ പറയുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ നമസ്കാരത്തിന്റെ മജ്ജയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകവുമായ ആ മനസ്സാന്നിധ്യം അതിലൂടെ അവൻ ലഭിച്ചില്ല എന്നതാണ്. അപ്പൊ ഇവിടെയാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് മനസ്സമാധാനം ഉണ്ടാവൂ എന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കുകയും അതിനുള്ള വഴി കണ്ടെത്തുകയും ചെയ്യേണ്ടത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ഇത് മറന്നു പോകാതിരിക്കാനാണ് ദിക്റുകളും ദുആകളും ഉള്ളത്. ആ ദിക്റുകളും ദുആകളും മനുഷ്യൻ സ്ഥിരമായി ചെയ്യുമ്പോഴേ, അറിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ ആ സന്ദർഭത്തിൽ മനുഷ്യന്റെ മനസ്സിൽ അത് കോളിളക്കമുണ്ടാക്കും. ഇപ്പൊ ഉറങ്ങാൻ നേരത്ത് മനുഷ്യൻ പറയുന്നത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹിയ,
അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നതും ജീവിക്കുന്നതും. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഅഹു. അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ പാർശ്വത്തെ ഇവിടെ വെച്ചു. നിന്നെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ വീണ്ടും ഉയർത്തുക. ഞാൻ ഈ ഉറക്കത്തിൽ മരിച്ചുപോയാൽ പടച്ചവനെ നീ എന്റെ ആത്മാവിനോട് നീ കരുണ ചെയ്യണമേ. അതല്ല ഞാൻ ഇനിയും ജീവിക്കാനാണ് നീ വിധിക്കുന്നതെങ്കിൽ അല്ലാഹുവേ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് അവസരം നൽകണമേ. ഇത് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് പറയുന്നത്. മനസമാധാനത്തിന് ഇനി എന്ത് വേണം? ഈ അറബിയിൽ പറയുന്ന ഈ പ്രാർത്ഥന ഒരുപക്ഷെ നമുക്ക് ഈ ഭാഷാപരമായ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് മനസ്സിലേക്ക് വരാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഉറങ്ങാൻ നേരത്തൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കൂ, പടച്ചവനെ ഞാൻ ഈ രാത്രി മരിച്ചുപോയാൽ നീ എന്നോട് മാപ്പാക്കണമേന്ന്. അത് കേൾക്കുന്നവർക്ക് പേടി തോന്നും. ഭാര്യ ചോദിക്കും, വേണം എന്തിനാ ഇനി വേണ്ടാത്ത വർത്താനൊക്കെ ഉറങ്ങാൻ നേരത്ത് പറയുന്നത്? അത് തന്നെ നമ്മളിപ്പോ പറയുന്നതെന്നും, പടച്ചവനെ ഈ നംസക്ത നഫ്സി ഫർഹംഹ, നീ എന്റെ ആത്മാവിനെ പിടികൂടുകയാണെങ്കിൽ നീ എന്നോട് കാരുണ്യം കാണിക്കണമേ. മരണപ്പെട്ടാൽ പടച്ചവനെ പുറത്തു തരണേ, കുറ്റം മാപ്പാക്കണേ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് നമ്മളൊന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ജ്യേഷ്ഠനോ അനുജനാണെങ്കിലും ഒക്കെ തന്നെ ബേജാറാകാണ്. ഇയാൾ എന്തിനാ ഈ സമയത്ത് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറയണമെന്ന്. അങ്ങനെ തന്നെ നമ്മൾ പറയുന്നത്. അപ്പൊ പടച്ചവനെ എന്റെ ജീവിത ഉറക്കത്തിൽ മരിച്ചുപോയ ആളുകളുണ്ട്, പിന്നെ ഉണർന്നിട്ടില്ലാത്തവരുണ്ട്. ഒരു തരം മരണവുമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മരിച്ചുപോയാൽ പടച്ചവനെ നീ എന്നോട് തൃപ്തിപ്പെടണം, എനിക്ക് സ്വർഗം കിട്ടണം, തെറ്റുകുറ്റങ്ങളെല്ലാം മാപ്പാക്കണം എന്നതാണ് മനുഷ്യൻ ഉറങ്ങാൻ നേരത്ത് പറയുന്നത്. അങ്ങനെ നമ്മൾ ഉറങ്ങി ഒരു രാത്രി കഴിഞ്ഞ്, ആ രാത്രി ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട്. രാത്രി വരെ ഇപ്പൊ ഇവിടൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകൾ 12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് അങ്ങനെ തുടർച്ചയാണ് ജോലിയെങ്കിൽ 4 ദിവസം ജോലി ചെയ്യാൻ കഴിയോ? 2 ദിവസം ജോലി ചെയ്യാൻ കഴിയോ? ഇല്ലല്ലോ. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഒക്കെ ക്ഷീണിച്ച് ദുർബലമായി തകർന്നു പോകും. പക്ഷെ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ പുതിയ ആരോഗ്യം ഉണ്ടാകുകയാണ്, പുതിയൊരു ജീവൻ ഉണ്ടാകുകയാണ്, നഷ്ടപ്പെട്ട സെല്ലുകളൊക്കെ വീണ്ടും ഉണ്ടാകുകയാണ്, ശരീരത്തിന് റിപ്പയറിംഗ് നടക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോഴേ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ, എന്നെ വീണ്ടും ജീവിപ്പിച്ച അല്ലാഹു നിനക്കാണ് സർവസ്തുതിയും. ഞാൻ മരിച്ച ശേഷം എന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ച അല്ലാഹു നിനക്കാണ് സർവസ്തുതിയും, നിന്നിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പൊ നമ്മളിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴും നമ്മളെ മനസ്സിൽ വരുന്ന പടച്ചവനെ നീ ഒരു ജീവിതം നൽകിയല്ലോ, ആ ഒരു ജീവിതം നൽകി അല്ലാഹു നിനക്കാണ് ഞാൻ സ്തുതി അർപ്പിക്കുന്നത്. ഈ ഒരു വികാരത്തിലാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യം ചെയ്യുന്ന പ്രവർത്തനം പ്രാർത്ഥനയാണല്ലോ, സുബഹി നിസ്കരിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സും അവൻ വിശ്വസിച്ചിട്ടുള്ള അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ് അവന് സ്വസ്ഥത നൽകുന്നത്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, അല്ലാഹുവേ ഞാനിതാ ഇന്ന് നേരം വെളുത്തന്റെ ജീവിതം തുടങ്ങിയാണ്, ജോലിക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ അല്ലാഹുവേ നിനക്ക് തൃപ്തിപ്പെട്ടതാകണമേ. അത് തന്നെയാണല്ലോ ഈ പറഞ്ഞതിന്റെ ആശയം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനസ്സ് പ്രാർത്ഥനയിൽ, ദിക്റിൽ, ദുആയിൽ അല്ലാഹുമായി ബന്ധിപ്പിക്കുന്നതിന് ഒരു മനസ്സാന്നിധ്യം നമ്മൾ കണ്ടെത്താത്തതും സമയം ഉണ്ടാക്കാത്തതുമാണ് നമ്മുടെ പ്രശ്നം. എപ്പോഴും മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ആ സമാധാനം ലഭിക്കുന്ന ഒരു കേന്ദ്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാവണം. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ മനുഷ്യൻ അസ്വസ്ഥനാകും. ഇപ്പൊ നമുക്ക് കാണാവുന്ന ഒരു അനുഭവം ഉണ്ട്. ഇപ്പൊ രാത്രി കിടക്കാൻ നേരത്ത് വീട്ടില് ആണുങ്ങള് വീട്ടിലില്ലാന്ന് വിചാരിക്കാം, സ്ത്രീകള് വാതിലൊക്കെ കുറ്റിട്ട് ഗേറ്റൊക്കെ പൂട്ടി ടോർച്ചൊക്കെ അടിച്ചു നോക്കി വളരെ ഒക്കെ നോക്കിയിട്ട് കിടന്നുറങ്ങും. ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്താണെന്നറിയോ, ഇവിടെ നോക്കാൻ ഒരാളുണ്ട്, പേടിക്കാനില്ല എന്ന്. അന്ന് വാതിൽ തുറന്നിട്ടാലും അവർക്ക് ഉറക്കം വരും. അതിന് കാരണം എന്താ? ഇതൊക്കെ ശ്രദ്ധിക്കാനും നോക്കാനും ഇവിടെ ഒരാളുണ്ട് എന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അല്ലാഹു, നമ്മുടെ ജീവൻ, നമുക്ക് ജീവൻ നൽകിയ അല്ലാഹു, നമ്മുടെ ഭാവി അറിയുന്ന അല്ലാഹു, ആ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതും ഞാൻ മരിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും നമുക്കൊരു ബോധമുണ്ടെങ്കിൽ പിന്നെ എന്തിന് അസ്വസ്ഥനാകണം, എന്തിന് ബേജാറാവണം? ബേജാറായിട്ട് എന്ത് കാര്യം? നമുക്കൊരു ആപത്ത് വരുന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അല്ലാഹുവിനാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരുമാണ്. അള്ളാഹു നൽകിയത് അള്ളാഹു തിരിച്ചെടുക്കും.
ആപത്തുണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു, മാതാപിതാക്കൾ മരിക്കുന്നു, അനുജന്മാർ മരിക്കുന്നു, ജ്യേഷ്ഠന്മാർ മരിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ മരിക്കുന്നു. ഈ മരണം, പ്രയാസം, കഷ്ടപ്പാട് നമ്മൾ സഹിക്കുന്നത് എങ്ങനെയാ? ജീവിതത്തിൽ അവസാനം വരെയും സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ ഒന്നിച്ച് തകർന്നു പോകുന്നു, നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചാലും മനുഷ്യനിവിടെ ജീവിക്കുന്നത് അവന് ഇക്കാണുന്ന നഷ്ടങ്ങളൊക്കെ ആ നേട്ടങ്ങൾ നൽകി അള്ളാഹു തിരിച്ചെടുത്തതാണെന്നും നമ്മുടെ ജീവിതത്തിൽ നാം അള്ളാഹുവിന് സമർപ്പിക്കുക നിവൃത്തിയുള്ളൂ എന്നും ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയില്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥ വരും. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുമ്പ് വേറെ എവിടെയോ ഉണ്ടായിരുന്നു എന്നറിഞ്ഞ പ്രശ്നങ്ങൾ. ആത്മഹത്യ കൂടിയല്ലോ, കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നു, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് മാതാപിതാക്കൾ മരിക്കാൻ അവർക്ക് തോന്നുന്നല്ലോ. ഇതിന് കാരണം എന്താ? ഈ ജീവിതം എന്ത്, എങ്ങനെ, എവിടേക്ക് എന്നൊരു ബോധമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താ? അത് ഈമാനും തഖ്വയും തവക്കുലുമാണ്. ഈമാനും തഖ്വയും തവക്കുലും മാത്രമാണ് മനുഷ്യനെ സ്വസ്ഥതയിൽ നിർത്തുകയുള്ളൂ. അല്ലാത്തവന്റെ മനസ്സിൽ പ്രയാസമുണ്ടാകും, ചാഞ്ചല്യമുണ്ടാകും. നോക്കൂ, നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മളാരും സ്വത്തുമായി വന്നവരല്ല, നമ്മളാരും കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നതല്ല, നമ്മളാരും ഭാര്യയെയോ ഭർത്താവിനെയും കൊണ്ട് വന്ന. നമ്മളിവിടെ ജനിച്ചു. നമ്മൾ ജനിച്ചിട്ട് ഈ അവസ്ഥയിൽ എത്തിയത് തന്നെയും മുഴുവനും നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല. അപ്പൊ ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ച് ജനിച്ചതല്ല, നമ്മളാരും ഏത് രാജ്യത്ത് ജനിക്കണമെന്ന് തീരുമാനിച്ച് ജനിച്ചവരല്ല, നമ്മുടെ രൂപവും വലിപ്പവും നിറവും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മളങ്ങനെ ജനിച്ചു, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ജനിച്ചു. നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വളർച്ചയിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുവാനും അധ്വാനിക്കുവാനും അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു. എന്നാലും അതിന്റെ ഒരു തൗഫീക്ക് നമ്മുടെ മാത്രം അധ്വാനം കൊണ്ടും നമ്മുടെ മാത്രം കൗശലം കൊണ്ടും ഉണ്ടായതല്ല. ഇപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെയാണുള്ളത്. നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് മുഴുവൻ നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ ജോലിയും നമ്മുടെ മാത്രം കൗശലം കൊണ്ട് കിട്ടിയതല്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റി തന്നിട്ടുള്ളത് ഹൈറായിട്ടുണ്ടാകുമല്ലോ. ഇന്ന ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ച് ലാസ്റ്റ് നിമിഷത്തിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ട് ആ നഷ്ടപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെട്ട ആളുകളുണ്ട്. ചില കല്യാണ ബന്ധങ്ങൾ നമ്മൾ വളരെ ആഗ്രഹിച്ചു, പക്ഷെ അവസാനം അതില്ലാതെ പോയി. അതില്ലാതെ പോയത് കൊണ്ട് ഹൈറ് വന്ന ആളുകളുണ്ട്. വിചാരിക്കാത്ത ബന്ധങ്ങളിലൂടെ നന്മകൾ ഉണ്ടായിത്തീർന്ന ആളുകളുണ്ട് ഉണ്ടല്ലോ. ഇപ്പൊ നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയാത്തതിന്റെ ഫലമായി ഗുണമുണ്ടായ ആളുകളുണ്ട്. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ വിജയപരാജയങ്ങൾ നമ്മുടെ കയ്യിലല്ല ഉള്ളത് എന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി നിൽക്കാൻ നമുക്ക് സാധിക്കും. 100% ആഗ്രഹിച്ച കാര്യങ്ങൾ ആർക്കും ലഭിക്കുകയില്ല എന്നതൊരു സത്യമാണ്. അതൊരു സത്യമാണ് എന്നറിയാവുന്ന ആളുകൾ പിന്നെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ അസ്വസ്ഥരാകുന്നത് എന്തിനാ? ഉറപ്പല്ലേ 100% ആഗ്രഹിക്കുന്ന കാര്യം ആർക്കും പൂർത്തിയാവില്ല, എന്തെങ്കിലും പിന്നെയും ബാക്കിയുണ്ടാവും. ആ പിന്നെയും ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തിയാവില്ല എന്നുള്ളതുകൊണ്ടാ. അപ്പോ ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവൻ പൂർത്തിയാകാത്ത മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയാണ് ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എന്നോടൊരാളൊരു കല്യാണാന്വേഷണത്തിന് പറഞ്ഞു, എന്താ വേണ്ടത്? അപ്പൊ അയാൾക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ ഡിഗ്രിയുള്ള പെൺകുട്ടിയായിരിക്കണം. അത് ധാരാളം ഉണ്ടല്ലോ നാട്ടിലൊക്കെ, അത് പ്രയാസമൊന്നുമില്ല. പിന്നെന്താ വേണ്ടത്? നല്ല തറവാട്ടുന്നായിരിക്കണം. പിന്നെ നല്ല സൗന്ദര്യം ഉണ്ടാവണം, നല്ല മതബോധം ഉണ്ടാകണം. പിന്നെ അതിനു പുറമെ വേറെയും ചില കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ 2-3 സ്ത്രീകളെ അയാൾ ഒപ്പം കല്യാണം കഴിക്കേണ്ടി വരും. കാരണം എല്ലാം കൂടി എല്ലാവർക്കും ഉണ്ടാവുമോ? എല്ലാം കൂടി എല്ലാം ഉണ്ടാവില്ല. അപ്പോ ജീവിതം എന്താ ചെയ്യുന്നത്? ആളുകള് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോ പിന്നെ ഉണ്ടാവും നമ്മൾക്ക് വേണ്ടത്ര തൃപ്തി വരാത്ത ചില ബാക്കി വിഷയങ്ങൾ. അത് ഏതായാലും കുറച്ചു കാലം കൂടെ അല്ലേ ജീവിക്കാനുള്ളൂ, അല്ലെ? കുറച്ച് കൊല്ലം കൂടെ ജീവിക്കാനുള്ളൂ. ഈ നമ്മൾ ആലോചിക്കുക എത്ര കൊല്ലം ഉണ്ടാവും? 50 വയസ്സായ ആൾക്ക് നമ്മുടെ നാട്ടിലൊരു ആവറേജ് വയസ്സ് എന്ന് പറയുന്നത് 70 വയസ്സാണ്. അത്ര ആവറേജ് വയസ്സ്. പണ്ടത് 55 ആയിരുന്നു. അപ്പൊ 70 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇനി കുറച്ചുകൂടെ ഉള്ളൂ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ ഇടയ്ക്ക് ഇനി ഇപ്പൊ ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണ്, ഇതിന്റെ കോലത്തിലായി തീർന്നിട്ട് മരിക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അധ്വാനിക്കുക, ദ്വാ ചെയ്യുക. കിട്ടിയത് വലിയ ഹൈറാണ് എന്ന് വിചാരിച്ച് പോയാൽ സമാധാനം ഉണ്ടാവും. കിട്ടിയത് ഹൈറാണ് എന്ന് വിചാരിച്ച്
അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടു പോയാൽ സമാധാനം ഉണ്ടാവും. അത് സ്വത്തായാലും മുതലായാലും മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും ഒക്കെ. അല്ലെങ്കിൽ അസ്വസ്ഥതയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കീഴ്പോട്ടാണ് നോക്കേണ്ടത്, മേൽപോട്ടല്ല എന്ന്. ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ താഴെയുള്ളവനെ നോക്കുക. നിങ്ങൾ വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളുടെ മേലെയുള്ളവനെ നോക്കണ്ട. എന്താണ് മേൽപോട്ടല്ല നോക്കേണ്ടത്, കീഴ്പോട്ടാ നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാലേ മനസ്സിന് സമാധാനം വരുള്ളൂ, സ്വസ്ഥത ഉണ്ടാവുള്ളൂ. ഇപ്പോ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. ഞാനിങ്ങനെ ആലോചിക്കും, എന്റെ അടുത്ത വീടും മറ്റൊക്കെ എന്താപ്പോ എന്റെ വീട് ഒരു 2-3 റൂമും ഇങ്ങനെയൊക്കെ അറിയാം, മറ്റേ ആളുടെ വീട് എത്ര വലിയതാണ്. ഇത് തിരിച്ചൊന്ന് നോക്കുക, ഞാൻ എത്ര മെച്ചാണ് ഈ കടയിലും പിന്നെ അതുമാതിരി റോട്ടിലും ഒക്കെ കഴിഞ്ഞു കൂടുന്ന ഒരുപാട് കുടുംബങ്ങൾ നാട്ടിലുണ്ടല്ലോ. ആ കുടുംബത്തെക്കാൾ എനിക്കൊരു വീടുണ്ടല്ലോ, ഞാൻ ആ വീട്ടിലാണല്ലോ അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ? അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണമെങ്കിൽ താഴോട്ട് നോക്കണം. മേൽപോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മതിയാവില്ല പിന്നെയും. അപ്പൊ മനുഷ്യൻ ഒരിക്കലും തൃപ്തി വരാതെ ആർത്തിയും കൊതിയും അത്യാഗ്രഹവുമായി മനുഷ്യന്റെ മനസ്സ് വിങ്ങും. അങ്ങനെ അത്യാഗ്രഹിയായി കഴിയുന്ന മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നല്ല ഗുണങ്ങൾ ഉണ്ടാവില്ല. അയാൾക്കൊരാളോട് പുഞ്ചിരിക്കാൻ തോന്നൂല, അയാൾക്കൊരാൾക്ക് 10 പൈസ കൊടുക്കാൻ തോന്നൂല, അയാൾക്ക് അയാളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല, അയാളുടെ മക്കളോടും ഭാര്യയോടും ഒന്നും നല്ല അയാൾക്ക് പെരുമാറൂല. എന്താ? അവൻ അത്യാഗ്രഹിയ. അവന്റെ മനസ്സ് എപ്പോഴും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും മേൽപോട്ട് എങ്ങനെ ഉയർന്നു പോകാം എന്നതാണ്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ആരും തന്നെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണ്ട എന്നോ ജീവിതത്തിൽ ഭൗതികമായ വിഭവങ്ങൾ ഉണ്ടാക്കണ്ട എന്നുമല്ല. ഉള്ളതിന്റെ ലെവൽ അറിയാതെ, എവിടെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് തീരുമാനിക്കാതെ നമ്മൾ അങ്ങനെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എത്ര വേണം ഒരാൾക്ക്, അതുകൊണ്ടൊരു പ്രശ്നം. ഒരു ലെവലിലെത്തിയാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളൊക്കെ പണം ആഗ്രഹിക്കുന്നവരെ, നമുക്ക് പണം ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് ഒരു ലെവലിൽ അപ്പുറം പണം നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല, അത് ബാങ്കിലിടാൻ കഴിയില്ല, അത് വീട്ടിൽ വെക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്താകും? പിന്നെ അതിന്റെ മുകളിൽ അങ്ങനെ പോവാണ് ചെയ്യാൻ. പണ്ടൊരു നോവലിൽ, ഒരു കഥയിൽ പറയുന്നുണ്ട്, മമ്മദ് പണക്കാരനായ കഥ, പഴയ ഒരു കഥയാണ്. ആ കഥയിൽ പറയുന്നത് എന്താണെന്നറിയോ? അത് ഒരു വലിയ മുതലാളി ദിവസവും പണം എണ്ണും. ആ വീട്ടിലെ പണിക്കാരനാണ് മമ്മദ്. ഈ പണം എണ്ണുമ്പോ ഇയാൾ ചെയ്യ പെട്ടി കൊണ്ടുവരും, പെട്ടി തുറക്കും, നോട്ടിങ്ങനെ എണ്ണി കുറെ എണ്ണിയിട്ട് ആ പെട്ടി തന്നെ വെക്കും, കൊണ്ടുവെക്കാൻ പറയും. അപ്പൊ ഒരു ദിവസം ഈ വേലക്കാരൻ പറഞ്ഞു, മുതലാളി ഒരു ദിവസം ഞാനും ഇതൊന്ന് എണ്ണി നോക്കട്ടേതാണ്. അപ്പൊ ഓൻ എണ്ണാനല്ലേ, ഇയാൾ പറഞ്ഞ ഒരു ചെയ്യ എണ്ണിക്കോ. എന്നിട്ട് ഓൻ വിളിച്ചു പറഞ്ഞു മമ്മദ് പണക്കാരനായത്. എന്താ അതിനർത്ഥം? ആശയം എന്താണെന്നറിയോ? ഇയാൾക്ക് ആ പണം കൊണ്ട് ആകെയുള്ള ഉപകാരം എന്താ? അത് വൈകുന്നേരം എണ്ണി നോക്കി പറയും, ഇന്ന് ഞാനും എണ്ണിയില്ലേ. അപ്പൊ ഞാനും അയാളും തുല്യാണല്ലോ, ഇത് അയാൾ എടുക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല, ഒരു സംഗതി ചെയ്യുന്നില്ല. അങ്ങനെ കുറെ ആളുകളുണ്ട്, അവരും ഉപയോഗിക്കൂല, അവരെ മക്കളും ഉപയോഗിക്കില്ല, ആർക്കും. ഇതിങ്ങനെ ഒരു ആനന്ദമാണ്. ആ ആനന്ദം ചിലർക്ക് പണമായിരിക്കാം, ചിലർക്ക് അധികാരമായിരിക്കാം, ചിലർക്ക് സ്ഥാനമാനങ്ങളായിരിക്കാം, ചിലർക്ക് സുഖം അനുഭവിക്കലായിരിക്കാം, അങ്ങനെ പലതും ഉണ്ടാകും. അപ്പൊ എന്ത് വരും എന്നറിയോ? ജീവിതം താളം തെറ്റും, ജീവിതത്തിന്റെ ലക്ഷ്യം മാറും. ആ ലക്ഷ്യം മാറുമ്പോഴേ മനുഷ്യന് അന്ധത ബാധിക്കും, മനസ്സിന്. അപ്പൊ മനസ്സിന്റെ അന്ധതയാണ് യഥാർത്ഥ അന്ധത എന്ന് ഖുർആനിൽ ഒരു വാക്കുണ്ട്, ഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫിസ് സുദൂർ. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുക, മറിച്ച് മനുഷ്യന്റെ മനസ്സിനാണ് അന്ധത ബാധിക്കുക എന്ന്. മനസ്സിന് അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. ഇതെന്റെ സുഹൃത്തല്ലേ, ഇങ്ങനെ ചെയ്യാമോ? അതയാൾ കാണൂല. ഇതെന്റെ കുടുംബക്കാരനല്ലേ, ഇങ്ങനെ ചെയ്യാവോ? അതയാൾ കാണൂല. ഇതെന്റെ അയൽവാസികളല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതയാൾ കാണൂല. ഇതെന്റെ ഭാര്യ വീട്ടുകാരല്ലേ, അതയാൾ കാണൂല. ഇതെന്റെ ഭർത്താവിന്റെ ബന്ധുക്കളെ, ഒന്നും കാണൂല. ആരെന്തായാലും ശരി, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കാര്യങ്ങൾ മാത്രമായിരിക്കും എന്നതാണ്. അതാണ് മനസ്സ് കേടുവരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ കടക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു സംഭവമുണ്ട് ചരിത്രത്തിൽ, നിങ്ങൾ കേട്ടതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സദസ്സിൽ ഇരിക്കുന്ന നേരത്ത് ഇനി ഇങ്ങോട്ട് കടന്നു വരുന്ന വ്യക്തി സ്വർഗത്തിൽ പോകും. അപ്പൊ അവര് നോക്കിയിരുന്നു, ഒരു വലിയ സംഗതിയല്ലേ, ഇനി വരുന്ന ആള് സ്വർഗത്തിൽ പോകും. അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നോക്കിയപ്പോ ഒരാൾ കടന്നു വന്നു. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വന്ന് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരുന്ന ആൾ സ്വർഗത്തിൽ പോകുന്നവനാണ്. നോക്കുമ്പോഴേ കുറച്ചു കഴിഞ്ഞിട്ട് ഇതേ വ്യക്തി തന്നെ വന്നത്. 3-ാം തവണയും ഇങ്ങനെയുണ്ടായി. സഹാബിമാർക്ക് അത്ഭുതമായി, എന്താ അദ്ദേഹത്തിന് ഇത്ര വലിയൊരു സ്ഥാനം?
അവർ നോക്കിയാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അവരൊക്കെ മാതിരിയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു സഹാബിയാണ്. അവസാനം അവരെന്ത് ചെയ്തു എന്നറിയാം. ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ, ഇയാൾക്കുള്ള യോഗ്യത എന്താണ്. അദ്ദേഹത്തിന്റെ മകനെ ഏൽപ്പിച്ചു. ഇങ്ങനെ വാപ്പയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോ വാപ്പയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനാണ് ഞങ്ങൾ ഒന്നും കാണുന്നില്ല പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് എന്താണത് എന്ന് അപ്പൊ അദ്ദേഹം നോക്കി, അദ്ദേഹത്തിന്റെ മകൻ വീട്ടില് ജീവിതം ഒക്കെ നോക്കിയപ്പോ അവർ പ്രത്യേകിച്ച് ഞാനൊന്നും കാണുന്നില്ല, നമ്മളെ എല്ലാ ആളുകളെ പോലെ അങ്ങനെ നന്നായി ജീവിച്ചു പോത്രേ ഉള്ളൂ. അവസാനം ഇവർ തീരുമാനിച്ചു, എന്നാൽ അദ്ദേഹത്തോട് തന്നെ പോയി ചോദിക്കാന്ന് വെച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇനി ഇങ്ങനെ ഈ സദസ്സിലേക്ക് വരുന്ന ആൾ സ്വർഗത്തിൽ പോകുന്നു. 3 തവണ പറഞ്ഞപ്പോഴും താങ്കളാണ് വന്നത്, ഒരു വലിയ സംഗതിയല്ലേ, അപ്പൊ താങ്കൾ എന്താ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് അധികമായി നിങ്ങളെക്കാൾ എന്തെങ്കിലും ചെയ്യുന്നില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്റെ മനസ്സിൽ എനിക്ക് ആരോടും പകയും വിദ്വേഷവും അസൂയയും ഒന്നുമില്ല. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വിഷയമാണ് അയാൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്റെ മനസ്സിൽ എനിക്ക് ആരോടും പകയും വിദ്വേഷവും അസൂയയും ഒന്നുമില്ല. അങ്ങനെ പറയാൻ കഴിയുമോ നമുക്ക്? ഉണ്ടാകൂ എങ്ങനെയെങ്കിലുമൊക്കെ, ഏതെങ്കിലും പേരിൽ ഒരു വിദ്വേഷം, ഒരു അസൂയ, ഒരു പക. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. പണവും കുഞ്ഞുങ്ങളും ഉപകാരപ്പെടാത്തൊരു ദിവസം ഉണ്ടാവുന്നതാണ്. ആഖിറത്തില് പണവും ഉപകാരപ്പെടൂല, കുഞ്ഞുങ്ങളും ഉപകാരപ്പെടും, അവനവന്റെ അമലുകളാണ്. അവിടെ അല്ലാഹ് പറയുന്നത് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ മനസ്സുമായി വന്നവൻ. ആ ശുദ്ധമായ വൃത്തിയുള്ള മനസ്സുമായി വന്നവനെ അന്ന് അവിടെ രക്ഷയുള്ളൂ. ആ ശുദ്ധമായ മനസ്സാണിത്. എന്റെ മനസ്സിൽ എനിക്ക് ആരോടും വിദ്വേഷമില്ല, ആരോടും ഒരു പകയില്ല, ഒരു അസൂയയില്ല എന്ന് പറയുന്നത്. അപ്പൊ മനഃശാന്തി, മനസ്സമാധാനം എന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിത്തീരേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിത്തീർന്നാൽ മനുഷ്യന് ഈ മതം തന്നെ അവന് മതിയാകുന്നതുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈമാനും തഖ്വയും തവക്കുലുമാണ് മനസ്സിനെ സമാധാനിപ്പിക്കാൻ, യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ അത്യാർത്തി വേണ്ട, അങ്ങേറ്റത്തെ അമിതമായ മോഹങ്ങളും ആവശ്യമില്ല. നബി പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ മതി. അള്ളാഹുവിൽ തവക്കുലാക്കി പണി ചെയ്യണം. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ വേണ്ട വിധം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ലറുസിഖ്തും, നിങ്ങൾ ഭക്ഷണം കിട്ടും. കമാ യുർസഖുത് തയ്റു, പക്ഷികൾക്ക് ഭക്ഷണം കിട്ടും പോലെ. പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ബൈബിളില്. പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷെ പറവകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? അത് തഗ്ദു ഹിമാസൻ വതറൂഹു ബിതാന, രാവിലെ ഒട്ടിയ വയറുമായി പക്ഷികൾ പോകുന്നു, വൈകുന്നേരം നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. അപ്പോ ഭക്ഷണം കഴിക്കാതെ പുറപ്പെടുന്ന പക്ഷി വൈകുന്നേരം വയറ് നിറച്ച് തിരിച്ചു വരുന്നത്, അതുപോലെ നിങ്ങൾക്ക് അല്ലാഹ് ഭക്ഷണം തരുന്ന പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി? അല്ലാഹുവിൽ ഹഖ്ക തവക്കുലായിരിക്കണം. ഹഖ്ക തവക്കുൽ എന്ന് പറഞ്ഞാൽ വേണ്ട വിധമുള്ള തവക്കുൽ. നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, ഇതുപോലെ മനസ്സിനെ നമ്മൾ സംതൃപ്തിയാക്കി വെക്കുക, പണിയെടുക്കുക, അതിന് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക, ഇതൊക്കെയാണ് ഹഖ്ക തവക്കുൽ. ഒരാൾ പറഞ്ഞല്ലോ, ഒരൊട്ടകത്തിനെ അവിടെ വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നു. ഒട്ടകത്തിനെ അവിടെ വിട്ട് നബി ചോദിച്ചു, ആ ഒട്ടകത്തിനെ കെട്ടിടണ്ടേ? അത് റസൂലേ, ഞാൻ തവക്കുലാക്കിയതാണ്, അവിടെ ഒന്നോളൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഇഖ്ൽഹാ സുമ്മ തവക്കൽ, നീ അതിനെ കെട്ടിയിട, എന്നിട്ട് തവക്കുലാക്കണം. അതാണ് ഹഖ്ക തവക്കുൽ. അതിനവിടെ കെട്ടിയിടണം, എന്നിട്ട് തവക്കുലാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ പണിയെടുക്കണം. പക്ഷികൾ മടിയന്മാരല്ല. നമ്മള് മടിയന്മാരായിരുന്നിട്ട് അല്ലാഹ് തരും എന്ന് വിചാരിച്ചാൽ അത് തവക്കുലിന്റെ രൂപമല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ പള്ളിയിലിരുന്ന് ദുആ ചെയ്യും, അല്ലാഹുമ്മർസുഖ്നി അല്ലാഹുമ്മർസുഖ്നി. ഇയാൾ പുറത്തൊന്നും പോവില്ല. അവൻ ഉമർ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ അറിയോ? ലാ തുംതിറു സമാഉ ദഹബ വൽ ഫിദ്ദ, ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയും ഒന്നും ഇറങ്ങി വരൂല, ഈ അല്ലാഹുമ്മർസുഖ്നി എന്നിങ്ങനെ പോയി പണിയെടുക്കാൻ പറയും. അപ്പൊ ജോലി ചെയ്യുകയും അധ്വാനിക്കുകയും അതിന്റെ പൂർത്തീകരണത്തിനും തൗഫീഖിനും വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യേണ്ടല്ല. അതാണ് തവക്കുൽ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തവക്കുലിന്റെ ഭാവം നമുക്കുണ്ടാവണം. അങ്ങനെ ഒരു തവക്കുലിന്റെ ഭാവം ഉണ്ടായാൽ നമുക്ക് മനസ്സിലാകും, നമുക്കുള്ള എല്ലാ നിയമത്തും അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണെന്നും
അതിൽ നമ്മൾ ശുക്ർ കാണിക്കുന്നുണ്ടോ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്നത് ഈ ജീവിതത്തിലെ ഒരു പരീക്ഷണമാണെന്നും ബോധ്യപ്പെടും. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഹാദാ മിൻ ഫദ്ലി റബ്ബി. അത് ഇവിടെയൊക്കെ സ്റ്റിക്കർ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഹാദാ മിൻ ഫദ്ലി റബ്ബി നമ്മൾ വാങ്ങിക്കൊണ്ടേ നമ്മളെ വലിയ വീടിന്റെ മുകളിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഖജനാവിന്റെ മുകളിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, കാറിന്റെ മുകളിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇത് കാണുന്ന ആളും മനസ്സിലാക്കുന്ന ആളും എന്താ മനസ്സിലാക്കേണ്ടത്? ഹാദാ മിൻ ഫദ്ലി, ഞാൻ എന്റെ കാറിന്റെ മുകളിൽ ഒട്ടിക്കുക ഹാദാ മിൻ ഫദ്ലി റബ്ബി, എന്റെ വീടിന്റെ മുകളിൽ. എനിക്ക് തോന്നുക അല്ലെ സാധാരണ ഒരാൾക്ക് ഹാദാ മിൻ ഫദ്ലി റബ്ബി, എന്റെ റബ്ബ് തന്ന ഫദ്ലാണ്. അതെ, എനിക്കിങ്ങനെ സൂഹിക്കാൻ വേണ്ടി, അല്ലെ എനിക്കും എന്റെ മക്കൾക്ക് ഉഷാറായിട്ട് ജീവിക്കാൻ വേണ്ടി എന്റെ റബ്ബ് തന്ന ഫദ്ലാണ്, കണ്ടില്ലേ എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ആ ആയത്ത് മുഴുവൻ ഓതിയാൽ മനസ്സിലാവും. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, അതും കൂടി സ്റ്റിക്കറിൽ വന്നാൽ ശരിയായി. എന്താണെന്നറിയോ? എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് എനിക്ക് തന്നതാണ് ഈ ഫദ്ല്. എന്താ പരീക്ഷണം? അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് അള്ളാഹ് പരീക്ഷിക്കുന്നതാണ് ഈ ഫദ്ല്. പിന്നെ അത് ഒട്ടിക്കാൻ നമുക്ക് ധൈര്യം വന്നോളണമെന്നില്ല. അതും കൂടെ പറഞ്ഞാല് അത് പറഞ്ഞാൽ ഞാൻ പരീക്ഷിക്കപ്പെടുകയാണ് ഈ പണം കൊണ്ട്, ഞാൻ പരീക്ഷിക്കപ്പെടുകയാണ് ഈ സ്വത്ത് കൊണ്ട്, ഞാൻ പരീക്ഷിക്കപ്പെടുകയാണ് ഈ ഭൗതിക വിഭവം കൊണ്ട്. അള്ളാഹ് എന്നെ പരീക്ഷിച്ചുകൊണ്ടേ, ഞാൻ പരീക്ഷണശാലയിലാണ്, അല്ലെ ഞാൻ പരീക്ഷാ ഹാളിലാണ്. എന്നിൽ നിന്ന് നന്ദി ഉണ്ടാകുന്നോ നന്ദികേടുണ്ടാകുന്നോ എന്ന്. ഇനി നമ്മൾ അങ്ങനെ നോക്കണം. ഇത് കാണുമ്പോഴേ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ശരി ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്നതാണ് ഇങ്ങനെ ജീവിതത്തിൽ പരീക്ഷണമാണെന്നറിയാതെ പോകുന്ന ആളുകൾ ആലോചിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ നമ്മൾ തവക്കുൽ ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ബോധം വന്നാലോ അത് മതി എന്നൊരു ഉറപ്പ് വേണം. അതാണ് തവക്കുലിന്റെ പൂർണ്ണ രൂപം. മൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഒരാൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അള്ളാഹ് മതി അവന് എന്നാണ്. അള്ളാഹുവിൽ ഒരാൾ തവക്കുൽ ചെയ്താൽ അള്ളാഹ് മതി അവന്. ഖുർആൻ ചോദിച്ചിട്ടുണ്ടല്ലോ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു പോരെ അവന്റെ അടിമക്ക്. ആ ചോദ്യത്തിന് നേരത്തെ അവിടെ പറഞ്ഞ ക്വിസ് മത്സരം ഉണ്ടാവുന്നൊക്കെ എന്നെ പോരേ മതിയോ എന്നുള്ളൊരു ചോദ്യം അല്ല അത്. ശരി തെറ്റ് പറയുമ്പോൾ അള്ളാഹ് പോരെ അവന്റെ അടിമക്ക് പറഞ്ഞിട്ട് ചില ആൾക്കാർ മതിയെന്നും ചില ആൾക്കാർ പോരാന്നും ഉത്തരം എഴുതാനുള്ളതല്ല. അതിനൊരു മറുപടിയേ ഉള്ളൂ. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു മതി അവന്റെ അടിമക്ക്. അതാണ് അതിന്റെ മറുപടി. അള്ളാഹ് പോരെ എന്നതിന് അള്ളാഹ് മതി എന്നാണ്. അള്ളാഹു മതി എന്നത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നതും വിശ്വസിക്കുന്നതുമെങ്കിൽ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തി വരണം. അങ്ങനെ തൃപ്തി നമ്മൾ ഓരോരുത്തർക്കും തൃപ്തി വന്നാൽ പിന്നീടുണ്ടാകുന്ന ജീവിതം നമുക്ക് ആശ്വാസമാകും. ആശ്വാസം. മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിൽ തഖ്വ കൊണ്ട് ജീവിച്ചാൽ അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി തരുന്ന. മഖ്റജ്, മഖ്റജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ്. ഇവിടെ റോഡിലൊക്കെ ചിലടത്ത് മഖ്റജ്, മഖ്റജ് നമ്പർ 5, 6 എന്നൊക്കെ ഗൾഫ് പല രാജ്യത്തും കാണാം. എക്സിറ്റ് നമ്പർ, മെയിൻ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ എക്സിറ്റ്, അതാണ് മഖ്റജ്. അപ്പൊ ഈ മഖ്റജ് ഒരു പോംവഴിയാണ്, രക്ഷാമാർഗമാണ്. കുടുങ്ങിക്കിടക്കുന്ന ആൾക്ക് അവിടെ രക്ഷപ്പെടാൻ അത് അള്ളാഹ് തരുന്നതാണ്. ഓരോ ഇടങ്ങേറിൽ നിന്ന് അള്ളാഹു തആല കാത്തു രക്ഷിക്കുന്ന. എന്തു വേണം? തഖ്വയോടുകൂടി ജീവിക്കണം. അതിനും പുറമെ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ, അവൻ കണക്ക് കൂട്ടാത്ത, അവൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ അള്ളാഹു അവന് റിസ്ക് നൽകുകയും ചെയ്യും, അനുഗ്രഹം നൽകുകയും ചെയ്യുമെന്നാണ്. അള്ളാഹു ഒരാൾക്ക് എങ്ങനെയാണ് നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എത്രയാണ് നൽകുക എന്നും പറയാൻ കഴിയില്ല. അല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവന് കണക്കില്ലാതെ നൽകും എന്നാ പറയുന്നത്. അപ്പോ അല്ലാഹു തആല അവനിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് ഒരു ആശ്വാസം നൽകും എന്ന് നമുക്ക് തോന്നാം. അള്ളാഹു എന്നെ കൈവിടിയില്ല, അള്ളാഹു എന്നെ കൈവിടിയില്ല, ഞാൻ എന്റെ റബ്ബ് എനിക്ക് രക്ഷയായി ഉണ്ടാകും എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചൊരു വീക്ഷണം വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസൽ ഗിന അൻ കസറത്തിൽ അർളി, ഐശ്വര്യം എന്ന് പറയുന്നത് ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല. കസറത്തുൽ അർള്, ഒരാൾ ഐശ്വര്യവാനായി ഗനിയായി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭൗതികമായ വിഭവങ്ങൾ ധാരാളമായി എന്നല്ല. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, എന്നാൽ യഥാർത്ഥത്തിൽ ഐശ്വര്യം മനസ്സിന്റെ ഐശ്വര്യമാണ്. അതല്ല ഇപ്പൊ നമ്മൾ കാണുന്നത്. ഈ മനഃശാന്തി തേടി വരുന്ന ആളുകൾ പലരും എങ്ങോട്ടാ വരുന്നത്? എവിടുന്നാ വരുന്നത്?
എല്ലാം സുഖിച്ച്, എല്ലാം ആസ്വദിച്ച്, എല്ലാം അനുഭവിച്ച് ഇനി അല്പം ശാന്തി എന്ന് പറഞ്ഞു വരിക. ഇപ്പൊ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു സംസ്കാരം, അങ്ങനെയുള്ള ഒരു രൂപം, അതൊക്കെ മടുത്ത് മതിയായിട്ട് എവിടെയോ ആത്മീയതയുണ്ട്, എവിടെയോ ദൈവികമായ സന്ദേശങ്ങൾ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് ആളുകൾ കയറാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ എന്താണെന്നറിയോ, നമ്മളെല്ലാം ബിസിനസ് ആക്കുന്ന ആൾക്കാരാണല്ലോ, എന്തുണ്ടെങ്കിലും അതൊരു കച്ചവടമാക്കുക. അങ്ങനെയാണ് ഈ ആത്മീയ കേന്ദ്രങ്ങളും ധ്യാന മഠങ്ങളും സിദ്ധ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ആളുകൾ കൊണ്ടു നടക്കുന്നത്. ആളുകൾക്ക് എവിടം വരെ എത്തി വിശ്വാസം എന്നറിയാം. ഇപ്പൊ 2 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രവാദിയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു മന്ത്രവാദി കോട്ടക്കലോ മറ്റാണ്. അയാളുടെ വിഷയം എന്താണെന്നറിയാം? അയാൾ പുറത്തു വന്ന വിഷയം, യൂറോപ്പിൽ ഇംഗ്ലണ്ടിലുള്ള ഒരു പെൺകുട്ടി ഇയാളുടെ ശിഷ്യയായിട്ടിട്ട് വന്ന ആ പെൺകുട്ടിയെ ഭാര്യ മക്കളൊക്കെ അയാള് വിവാഹം ചെയ്ത് ഭാര്യയാക്കി കൊണ്ടു നടക്കുക. അപ്പൊ ആ കുട്ടിയുടെ കുടുംബത്തിലുള്ള ആളുകൾ പിന്നെ വൈകിയാണ് അറിയുന്നത്. ലാസ്റ്റ് അത് പ്രശ്നമായി, ആ ജീവിതത്തെക്കുറിച്ച് പരാതിയായി പോലീസിലെത്തി. അപ്പൊ ഇയാൾ പറഞ്ഞു, കഴിഞ്ഞ ജീവിതത്തിൽ അവൾ എന്റെ ഭാര്യയായിരുന്നു. കഴിഞ്ഞ ജീവിതത്തിൽ അങ്ങനെ പല ജന്മമുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ. അപ്പൊ ഈ ജന്മത്തിൽ അത് ഒന്നുകൂടി യാഥാർത്ഥ്യമാക്കുക എന്നത് ദൈവാഹിതമാണ്. അതിനെതിര് നിന്നാൽ നിങ്ങളെ ശപിച്ച് നിങ്ങളെ ഞാൻ കരിച്ചു കളയുന്നതാണ് അത് രക്ഷിതാക്കളോട്. ആ ഒരു ശാപമുണ്ടാകരുത് എന്ന് വിചാരിച്ച് അവരെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ആലോചിച്ചൊക്കെ എവിടെ എത്തി? ആത്മീയത, മനുഷ്യനെ കുറിച്ചുള്ള ബോധം, ദിവ്യത്വം എന്നാൽ എന്ത് എന്നറിയാത്ത അവസ്ഥ. എന്നിട്ട് ഈ ശാപം പേടിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇയാളുടെ കൂടെ ജീവിക്കുക എന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഞാനിത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മനുഷ്യന്റെ മനസ്സിൽ എന്താണ് ആത്മീയത, എന്താണ് ദിവ്യത്വം, എന്താണ് മനുഷ്യനും പടച്ചവൻ തമ്മിലുള്ള ബന്ധം, അങ്ങനെ അതിന് യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനവും ഇല്ലാതെ ആളുകൾ പോവാണ്. അതിനെ പോകുമ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടാകാവോ എന്ന് പറയും. അങ്ങനെ പറയാണ്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഈ തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിജയിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോളൂ, നിങ്ങൾ വിജയിക്കും എന്നാണ്. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ പറഞ്ഞതെന്ന് അറിയാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞ് വേണ്ട വിധത്തിൽ പറഞ്ഞ ഒരു മനുഷ്യന് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ഇലാഹായ അല്ലാഹു അവൻ രക്ഷിതാവാണ്, സൃഷ്ടാവാണ്, അന്നദാതാവാണ്, അവൻ എല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. അങ്ങനെ വേറൊരാളില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അല്ലാഹുവിൽ വിശ്വസിച്ച മനുഷ്യനെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കേണ്ട ലേശം. ഗുരുവായൂരിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒരു ജ്യോത്സ്യനെ 2 ആളുകൾ വന്നിട്ട് അയാളെ പൈസ ഒക്കെ എടുത്തുകൊണ്ടുപോയി അയാളെ കൊല്ലാൻ പുറപ്പെട്ടു. എന്നിട്ടോ 75,000 രൂപ. അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു, പത്രത്തിലൊക്കെ വാർത്ത വന്നു. നമ്മൾ ഇങ്ങനെയൊന്നും ആലോചിക്കണ്ടേ? ആരാ ജ്യോത്സ്യൻ? ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭാവി അറിയുന്ന, നഷ്ടപ്പെട്ട സാധനങ്ങൾ എവിടെയെന്ന് പറയുന്ന, ചാടിപ്പോയ കുട്ടി എവിടെയുണ്ട് എന്ന് പറയുന്ന, ദിവ്യത്വം കൊണ്ട് ലോകത്തെ എല്ലാ അത്ഭുതവും പറയുന്ന ആളാ ജ്യോത്സ്യനെ. ആ ജ്യോത്സ്യന്റെ അടുത്ത് 2 കള്ളന്മാരാണ് വന്നത്, അവരിവരെ കൊല്ലാൻ വരികയാണെന്നൊക്കെ ഇയാൾ ആദ്യം പറയണ്ടേ? ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യവും പറയുന്ന ഈ മനുഷ്യനെ അയാളെ പൈസ കട്ടുകൊണ്ടാണ് ആള് വരുമ്പോ അത് പറയാൻ കഴിഞ്ഞില്ല, പോലീസ് സ്റ്റേഷനിൽ പറയാം. പിന്നെ എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ പോരെ, ഈ ജ്യോത്സ്യന്റെ അടുത്ത് പോയി പറയണ്ടല്ലോ. അങ്ങനെ ആലോചിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ലല്ലോ. അത് കഴിയാത്തതെന്ന് വെച്ചാൽ എന്താ ദിവ്യത്വം, എന്താ ആത്മീയത, എന്താണ് പടച്ചവൻ, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു വിശ്വാസമോ രൂപമോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണിത്. അപ്പൊ ആരോട് പറയണം, എന്തു പറയണം, എവിടെ സമർപ്പിക്കണം? അള്ളാഹുവിൽ അങ്ങ് സമർപ്പിച്ചാൽ അള്ളാഹു മതി അവന് എന്നത് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തും എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് സമാധാനം കിട്ടേണ്ട മറ്റൊരു വിഷയം, അവൻ ആലോചിക്കുകയും പഠിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്ത ശേഷം ഒരു കാര്യം ചെയ്താൽ ആ കാര്യത്തിൽ എന്താണോ വരുന്നത് അതിൽ അവന്റെ മനസ്സ് സമാധാനപ്പെടും, ബേജാറാണ്ട്. ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെയായാൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന്, ലൗ അന്നി ഫഅൽതു കദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയരുത് എന്നൊരു ഹദീസ് ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താ പറയാന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഞാനിപ്പോ ഇവിടെ ഗൾഫിൽ ജോലി കണ്ടെത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയാം. അതല്ലെങ്കിൽ നിങ്ങളൊരാൾ പറയാം, നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് പറയാം. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഇനി അത് ചെയ്യാൻ കഴിയുമോ?
ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ 50 വയസ്സായ ഒരു മനുഷ്യൻ വിചാരിക്കുക, ഞാൻ ഒരു 30 വയസ്സിൽ ഈ കോഴ്സിന് പോയിരുന്നെങ്കിൽ, അല്ലെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ഇന്ന വിഷയം എടുത്തിരുന്നെങ്കിൽ, വെറുതെ സമയം കളയാന്നല്ല ഇപ്പൊ ഇനി എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ ലവ് അന്നീ ഫഅൽതു കദാ ലവ് അന്നീ ഫഅൽതു കദാ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെല്ലാരും പറയും, അത് ശരിയായി, നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അപ്പം ചെയ്യാൻ കഴിയോ. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സ് പറഞ്ഞു പോകണമെന്ന് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എന്ന് പറയുന്നത് അതിന്റെ വരും വരായികളെ കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്കൊരു തെറ്റ് ആയിപ്പോയി എന്ന് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ മേലിൽ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാന്നല്ലാതെ കഴിഞ്ഞതിനെ കുറിച്ച് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കും. ആളുകൾ തമ്മിലുണ്ടാക്കുന്ന കുഴപ്പങ്ങള്, കച്ചറകള്, പിന്നെ സംഘർഷങ്ങള്, സംഘട്ടനങ്ങള്, ഇതൊക്കെ തന്നെ ഈ അങ്ങനെ ചെയ്യാതിരുന്നാൽ നന്നായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടല്ലേ എന്നും പറഞ്ഞിട്ടുള്ള പ്രശ്നം. അത് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി നന്നാക്കാനും നന്നാവാനും നോക്കുക എന്നല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. മൂമിനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, ഒരു മൂമിനായ മനുഷ്യന്റെ ഒരു കാര്യവും വെറുതെ ആവില്ല എന്നതാണ്. അജബല്ലി അംരിൽ മൂമിൻ, മൂമിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതകരമാണ്. ഫൈന അംറഹു കുല്ലഹു ഖൈറുൻ ലഹു, അവന്റെ എല്ലാ കാര്യവും അവന് ഹൈറാണെന്നാണ്. ഒരു മൂമിനായ മനുഷ്യൻ ചെയ്ത കാര്യം എല്ലാം അവന് ഹൈറായി തീരുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, മൂമിനല്ലാത്ത ഒരാൾക്കും അങ്ങനെ ഒരു അനുഭവമില്ല. ചെയ്യുന്നതെല്ലാം ഹൈറായി തീരുക എന്നത് ഒരു മൂമിനായ മനുഷ്യന് മാത്രമുള്ളതാണ്. ഫൈൻ അസാബത്തുഹു സറ ശക്കറ, അവന് സന്തോഷകരമായ ഒരു കാര്യമുണ്ടായാൽ അവൻ ശുക്ർ ചെയ്യും, അല്ലാഹുവിന് ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഹൈറാവുകയും ചെയ്യും. സന്തോഷകരമായ ഒരു കാര്യം ഒരു മനുഷ്യനുണ്ടായാൽ അൽഹംദുലില്ലാ എന്ന് പറയും, ആണ് ശുക്ർ. അപ്പൊ അൽഹംദുലില്ലാ എന്നൊരു മനുഷ്യൻ പറയുമ്പോ അവനുണ്ടായ ഒരു സന്തോഷത്തിന് ആ സന്തോഷം അള്ളാഹു നൽകിയതാണ് എന്ന് അവന് ബോധമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ, നല്ലൊരു കാര്യം ഉണ്ടാവും അൽഹംദുലില്ലാ. ചില സന്ദർഭങ്ങളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രിന്റെ സുജൂദ് വരെ ചെയ്തിരുന്നു എന്നാണ്, അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ. ശരി, നല്ല കാര്യമൊക്കെ ഉണ്ടാവും, നമുക്കും അങ്ങനെ തോന്നിട്ട് അൽഹംദുലില്ലാ, നല്ല ബിസിനസ്സൊക്കെ ഉഷാറായിട്ടുണ്ട് അൽഹംദുലില്ലാ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നന്നാണ്ട് അൽഹംദുലില്ലാ നമ്മളും പറയത്. അതിപ്പോ അങ്ങനെ പറഞ്ഞ നമ്മളിപ്പോ ഗൾഫിലൊക്കെ വന്നിട്ട് ഈ ഇതൊക്കെ ഒരു ശീലവും കൂടിയായി മാറിയിട്ടുണ്ടാവും ആളുകൾ. പക്ഷെ പിന്നെ പറഞ്ഞത് ഇൻ അസാബത്തുഹു വർറാ, അവന് ഒരു പ്രയാസം ബാധിച്ചാൽ അപ്പൊ എന്താ ചെയ്യാ? ആകെ നാശായി, ജീവിതമൊക്കെ തൊലഞ്ഞ്, അങ്ങനെയാണോ പറയാ? അല്ലല്ലോ. വൈൻ അസാബത്തുഹു ദർറാ, അവന് ക്ഷമകരമായ ഒരു കാര്യം ബാധിച്ചാൽ സബറ, ക്ഷമിക്കും. എങ്ങനെ ക്ഷമിക്കുന്നത്? ക്ഷമിക്കന്നെ. ക്ഷമ എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്സബ്റു ഇൻദ സദ്ബത്തിൽ ഊല, ക്ഷമിക്കേണ്ടത് ആദ്യത്തെ ആഘാതമുണ്ടാകുമ്പോഴാണ്. മനസ്സ് ഇടങ്ങേറാവരെങ്ങനെ പെട്ടെന്ന് നമ്മൾ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക, വളരെ അടുത്തൊരാളുടെ നിര്യാണം നമ്മളെ ബേജാറാക്കും, പെട്ടെന്നുണ്ടായ ഒരു നഷ്ടം നമ്മളെ ദുഃഖിപ്പിക്കും. അതിന്റെ ആദ്യ സമയത്ത് ക്ഷമിക്കാൻ കഴിയലാണ് സബർ എന്നാണ്. അപ്പൊ അങ്ങനെ ക്ഷമിച്ചാൽ ഫകാന ഖൈറൻ ലഹു, അതും അവന് ഹൈറാവും. അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതും ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന നിലക്ക് ക്ഷമിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അതും ഹൈറാണ്. അപ്പൊ സന്തോഷമുണ്ടായാൽ ശുക്ർ ചെയ്യുന്നു, അത് ഹൈറാകുന്നു. വിഷമമുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നു, അതും ഹൈറാകുന്നു. ഇത് വേറെ ആർക്കാണുള്ളത്? ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യന് എന്തിനാ ജീവിക്കുന്നത് എന്നതുപോലും പ്രശ്നമാണ്. ഇപ്പൊ ഇടക്കിടക്ക് ചില വാർത്തകൾ വരാറുണ്ടല്ലോ, ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി പിന്നെ കോടതിയിൽ അപേക്ഷ കൊടുക്കുന്ന ആളുകള്, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്തിനാ ജീവിക്കുന്നത്? എനിക്ക് 80 വയസ്സായി, 90 വയസ്സായി. അമേരിക്കയിലൊരു ഒരു ബിഷഗ്വരൻ അല്ല, ഒരു അഭിഭാഷകൻ, അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു പരാതി ഇതായിരുന്നു, എനിക്ക് 80 വയസ്സായി, എനിക്കിനി ജോലി ചെയ്യാനും കഴിയില്ല, എനിക്ക് രാഷ്ട്രത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല, മാത്രമല്ല ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്റെ കുടുംബത്തിനും നാടിനും ഒക്കെ ഭാരം കൂടി വരികയാണ്, ഇനി ഞാൻ ഇപ്പൊ എന്താ ജീവിക്കുന്നത്, അതുകൊണ്ട് എന്നെ മരിക്കാൻ അനുവദിക്കണം എന്ന്. പക്ഷെ അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയ സമയത്ത് മരിക്കാൻ അനുവദിക്കാൻ അമേരിക്കൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് വിധി വന്നു. ജഡ്ജി അങ്ങനെയാ വിധിച്ചത്. കാരണം ഓരോ ആളുകളും സ്വന്തം സമയം നിശ്ചയിച്ച്, അയാൾ ഇതും കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, മരണം എപ്പോഴായാലും ഉണ്ടാവും,
അത് അവിചാരിതമായിട്ട് സംഭവിക്കും. അവിചാരിതമായിട്ട് സംഭവിക്കുമ്പോണ്ടാകുന്ന പ്രശ്നം എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ മക്കൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അയൽക്കാർ വേറെ എവിടെയെങ്കിലും, ഇങ്ങനെയൊക്കെ പ്രശ്നം. അപ്പൊ നേരത്തെ തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താൽ, ഇപ്പൊ ആഗസ്റ്റ് 15-ാം തീയതിയാണ് അച്ഛൻ മരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ വരാം, അല്ലെങ്കിൽ അതിന് ലീവ് എടുക്കുക, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിലുണ്ടാവുമെന്നാണ് അയാൾ പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ ഒരു സൗകര്യം തന്നെയാണല്ലോ. നമ്മൾ എന്തൊക്കെ വിഷമം ഉണ്ടാവും, നാളെ രാവിലെ മയ്യത്ത് മറയുമ്പോഴേക്ക് നാട്ടിലെത്താൻ അപ്പോഴേക്ക് പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടാവില്ല, അല്ലെ ഇവിടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ഒരു ഇടങ്ങേറായല്ലേ. ഇതൊക്കെ നേരത്തെ തന്നെ സമയവും തീയതിയൊക്കെ വെച്ചാണ്ട് പറഞ്ഞാൽ സുഖമല്ലേ എന്നാണ് ഇയാൾ ആലോചിച്ചത്. അതിനൊക്കെ പറഞ്ഞിട്ടും കോടതി പറഞ്ഞത് അത് നമ്മുടെ നിയമം അനുസരിച്ച് പറ്റൂല എന്നാണ്. പക്ഷെ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, ഇപ്പൊ വിധിച്ച കോടതിയും ജഡ്ജിയും ഒക്കെ കുറച്ചൊക്കെ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു ആലോചന ഉള്ളതുകൊണ്ടല്ലേ. അടുത്ത തലമുറയിലുള്ള ജഡ്ജിമാരാണ് വരുന്നെങ്കിൽ അവർക്ക് തിരിച്ചും പിരിച്ചൂടെ? ശരിയല്ലേ? ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത്? ഒരാവശ്യമില്ല, എന്നാ പിന്നെ മരിക്കല്ലേ നല്ലത്, എന്നായാലും മരി. അങ്ങനെയും വരും. ഇപ്പുറത്ത് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു മൂല്യബോധം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ എന്ന് നമ്മൾ കാണണം. അങ്ങനെ കാണണം. അപ്പൊ മനസ്സമാധാനം മനുഷ്യന് ലഭിക്കുവാൻ വേണ്ടിയുള്ള വിഷയങ്ങൾ തന്നെയാണ് മനുഷ്യനെ ഈ ഭൂമുഖത്ത് നിലനിർത്തുന്നതും. എന്താണത്? അത് ദൈവവിശ്വാസം. ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനദണ്ഡമില്ലെങ്കിൽ ഈ ജീവിതത്തിൽ ഒരു നിയമം ഉണ്ടാവില്ലല്ലോ. ഒരു നിയമവും പടച്ചോൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതാ ദൈവവിശ്വാസം. അതെല്ലാത്തിലും വേണം. അപ്പൊ ചില കാര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹറാമാക്കി വെച്ചില്ലേ, നല്ല നമുക്ക് അങ്ങനെ തോന്നിച്ചല്ലേ, അതും ഹറാമാണ്, ഇതും ഹറാമ. പിന്നെ ഒരിക്കൽ നമ്മുടെ സനാഉള്ള അമൃതസരി, ഇന്ത്യയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്, ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച അദ്ദേഹം. വമ്പിച്ച നിലയ്ക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുറെ ആളുകൾ അയാളെ വെല്ലുവിളിച്ചു, ചോദ്യം കൊടുത്തു. ഒരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയോ? നിങ്ങളിങ്ങനെ ഇസ്ലാമിന്റെ മഹത്വമൊക്കെ പറയുന്നു, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഹറാം, കുറെ കാര്യം ഹലാല്, പന്നിമാംസം ഹറാം, പശുമാംസം നിങ്ങൾക്ക് ഹലാല്, ഇതൊക്കെ നിങ്ങളെ അള്ളാഹു ഉണ്ടാക്കി എന്നല്ലേ? പശുവിനെ ഉണ്ടാക്കി അള്ളാഹു എന്നാണ് പന്നിനെ ഉണ്ടാക്കി. പന്നി ഹറാം, പശു ഹലാല്, ഇതിനെന്താ പറയുന്നത്? അപ്പോ സനാഉള്ള അമൃതസരി മോശക്കാരനല്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഉണ്ടാവും ചില സംഗതി. ഇപ്പൊ ഒരാളെ ഭാര്യയും അയാളെ അമ്മയും അയാളെ മകളും അയൽവാസിന്റെ ഭാര്യയും ഒക്കെ സ്ത്രീകളല്ലേ, എല്ലാം പെണ്ണുങ്ങളല്ല. പക്ഷെ എല്ലാവരോടും ഒരുപോലെ അല്ലേ പെരുമാറുക? അല്ലല്ലോ, ഒരുപോലെ പെരുമാറാൻ പറ്റുമോ? മോളോടും ഭാര്യയോടും പെങ്ങളോടും അമ്മയോടും ഒക്കെ. അപ്പൊ ഒക്കെ അള്ളാഹ് സൃഷ്ടിച്ച തന്നെയാണ്. അപ്പൊ അള്ളാഹ് സൃഷ്ടിച്ചപ്പോ അള്ളാഹ് തീരുമാനിച്ചതാണ്, ഇത് പന്നിയാണ്, അത് ഹറാമാണ്, ഇത് പശുവാണ്, അത് ഹലാലാണ്, ഇത് ഉമ്മയാണ്, ഇത് ഭാര്യയാണ്. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹു മനുഷ്യന് ആവശ്യമുള്ള നിയമങ്ങൾ നൽകുന്നു, അതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. അള്ളാഹു നിഷിദ്ധമാക്കിയ എല്ലാം മനുഷ്യന് ആവശ്യമില്ലാത്തതാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ എല്ലാം മനുഷ്യന് ആവശ്യമില്ലാത്തതാണ്. അള്ളാഹു മനുഷ്യന് വേണമെന്ന് നിയമമാക്കിയത് എല്ലാം മനുഷ്യന് വേണ്ടതുമാണ്. ഇന്നിപ്പോ നോക്കൂ നിങ്ങൾ, ഇന്നിപ്പോ നമുക്ക് അത്ഭുതം തോന്നി. നമ്മൾ ഈ ജുമാക്ക് പോകുമ്പോ പള്ളിയിലെത്തുമ്പോ ഇവർ പറയും, ഇന്ന് പിന്നെ ലോക വനിതാ ദിനമാണ്. അപ്പൊ മൗലവി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം. അത് പറഞ്ഞു വിചാരിക്കുക, വനിതകളോടുള്ള നമ്മുടെ പെരുമാറ്റം, സ്ത്രീകളെ ആദരിക്കേണ്ടത് അവരുടെ അവകാശം. അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ പറയാണ്, ഇന്ന് ലോക വൃദ്ധ ദിനമാണ് മൗലവി, അതുകൊണ്ട് വൃദ്ധന്മാരെ കുറിച്ചും. ശരി, വൃദ്ധന്മാരെ കുറിച്ചും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വൃദ്ധന്മാരെ ആദരിക്കാനും അവരെ നോക്കാനും കാര്യങ്ങൾ. പിന്നെ ഒരു ദിവസം ചെയ്ത് നോക്കുമ്പോഴാണ് ഇന്ന് ലോക വികലാംഗ ദിനമാണ്, കഷ്ടപ്പെട്ടവനെ സഹായിക്കേണ്ട. ഇപ്പൊ നോക്കുമെന്ന് വെച്ചാല് മിക്കവാറും എല്ലാ ദിവസവും എന്തെങ്കിലും ഇന്ന് ആരോഗ്യ ദിനം അല്ലെ, ആരോഗ്യം നിയമത്താനും അവബോനും ഹീമ കതീറും എന്ന അസഹത്തു ഫല, ആരോഗ്യത്തിന്റെ പ്രശ്നം, ആരോഗ്യ ശാസ്ത്രം ഖുർആൻ നൽകിയാൽ, അങ്ങനെ ഏത് ദിവസം. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നറിയോ? ഇങ്ങനെ വരാനുള്ള കാരണം, ഞാൻ അമേരിക്കയിലെ ഒരു കുടുംബത്തില്, അമേരിക്കയിൽ ഒരു യാത്ര ചെയ്ത സമയത്ത് ഹോം ഹോസ്പിറ്റാലിറ്റി എന്നും പറഞ്ഞിട്ട് കുടുംബം കാണാൻ കുട്ടികൾ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അവിടെ. അവിടുത്തെ പിന്നെ ഈ സന്ദർശകർ വന്നാൽ, അപ്പൊ വളരെ പ്രായമുള്ള ഒരാള് നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് അതിന്റെ ലിസ്റ്റൊക്കെ പ്രകാരം നിങ്ങൾ എന്റെ കൂടെയാണ് വരേണ്ടത്, എന്റെ വീട്ടിലേക്ക് എന്നാണ്. അപ്പൊ അയാൾ എന്നെ ഡ്രൈവ് ചെയ്ത് പോയി, ഞങ്ങളെ ആ ജീവിതം പഠിക്കാനാണ്. അവിടെ ചെന്നപ്പോൾ അയാളുടെ ഭാര്യയുണ്ട്, വളരെ പ്രായം, ഒരു നായ്ക്കുട്ടിയുണ്ട്. ഇവര് 3 ആളാണ് അവിടെ ജീവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം ഇത് ഹലാലാണ്, ഹലാൽ ഫുഡ്, അങ്ങനെ ഒരു മര്യാദ ഉണ്ടാവും ഈ ഇംഗ്ലീഷുകാർക്ക്. അയാളെ വേണ്ടാത്ത കൊടുത്ത് ബുദ്ധിമുട്ട്, ഇത് ഹലാലാണ്, മാംസം ഹലാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ നിൽപ്പാണ്. അപ്പൊ ഞാൻ വെച്ചു, മക്കളൊന്നുമില്ല. അതുകൊണ്ട് മക്കള് ഒരു ആള് വേറൊരു സ്റ്റേറ്റിലാണ്, വേറൊരു കുട്ടിയുണ്ട്, അത് വേറൊരു സ്റ്റേറ്റിലാണ്. ഇവരാരും ഇവിടെ വരികയും കാണുന്നത്. അവര് മദേഴ്സ് ഡേ വരുന്നുണ്ട് അടുത്ത മാസം, ഒരു 6-ാം തീയതി അന്ന് വരുമെന്നാണ്. അന്ന് വരൂല, അന്ന് ഫോൺ ചെയ്യുമെന്നാണ്. അന്ന് വരാൻ സൗകര്യപ്പെട്ടത്. അപ്പൊ മദേഴ്സ് ഡേ എന്തിനാ വെച്ചതെന്നറിയോ? ഈ അമ്മക്കൊന്ന് ഫോൺ ചെയ്യാൻ എന്തെങ്കിലും ഒരു തോന്നണ്ടേ, ആ തോന്നാൻ വേണ്ടി അന്ന് മദേഴ്സ് ഡേ. വേറെ ദിവസം ഫാദേഴ്സ് ഡേ ഉണ്ടോ. പിന്നെ അങ്ങനെ ഓരോ സംഗതിയിലും ഇപ്പൊ നോക്കൂ, മയക്കുമരുന്നിനെതിരെ, മയക്കുമരുന്നിന് എന്താ ചെയ്യാനുള്ള? ഒന്നും ചെയ്യാനില്ല. മയക്കുമരുന്ന് ഹറാമാണ്,
മദ്യം ഹറാമാന്ന് പറയല്ലാതെ മദ്യവും മയക്കുമരുന്ന് പോകാൻ ഒരു ശാസ്ത്രം കൊണ്ടും സാധിക്കൂല. ഞാൻ ഈ മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിൽ ഇപ്പോഴും കുറെയൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കും. കാസർഗോഡും തിരുവനന്തപുരം കാസർഗോഡ് ജാഥയും എങ്കിലാബും കാര്യമൊക്കെ ആയിട്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറയാം, ഇവരെ അവതരിപ്പിക്കുന്നത് മദ്യം കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായ നഷ്ടം, മദ്യം കഴിച്ച മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നം, അവന്റെ ഇതൊന്നുമില്ലാതെ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? കുടുംബത്തിനൊന്നും ഒരു കലഹം ഉണ്ടാക്കാത്ത നല്ല മനുഷ്യന്മാര് ഉറങ്ങാൻ നേരത്തെ ശേഷം മദ്യപിക്കും, അസുഖമായിട്ടുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അപ്പൊ അവനോട് മദ്യം കഴിച്ചാൽ കലഹം ഉണ്ടാവുന്ന എന്നെക്കാൾ ഞാൻ തന്നെ നല്ലതെന്ന് പറയാൻ പറ്റേ ഈ കലയിച്ച് നടക്കുന്ന മദ്യം കഴിക്കാത്തവരെക്കാളും മെച്ചപ്പെട്ട കുടുംബജീവൻ നയിക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ല ആരോഗ്യവന്മാരും ഉണ്ടാവും കള്ളുടിച്ച ആൾക്കാര്. പിന്നെ റവന്യൂ നഷ്ടമൊന്നും വരുത്താത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ എന്താന്ന് പറയാ, ഈ മദ്യം ഹറാമാണ്, അത് പടച്ചവൻ നിഷിദ്ധമാക്കിയതാണ് എന്ന് മനുഷ്യന്റെ ബോധം വന്നാൽ മാത്രമേ അത് മാറുള്ളൂ, അല്ലാണ്ട് അത് മാറൂല. വ്യഭിചാരം, അതുമാതിരി കയ്യേറ്റം, കൊലപാതകം പടച്ചവൻ നിഷിദ്ധമാക്കി ഏതൊക്കെ സാധനം ഉണ്ടാവും, ഇപ്പൊ സംഗതികളുണ്ടോ, അതൊക്കെ ഒഴിവാവണം മനുഷ്യൻ. നമുക്കത് വളരെ കൃത്യമായി ഇപ്പൊ ഖുർആന്റെ അമാനുഷികതയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്നാണല്ലോ. ഖുർആൻ നിഷിദ്ധമാക്കി ഏതെങ്കിലും ഒരു സാധനം മനുഷ്യൻ അത്യാവശ്യമായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ആർക്കും പറയാൻ കഴിയില്ല. ബാക്കി പിന്നെ ഗ്രന്ഥങ്ങള്, പുസ്തകങ്ങള്, ആരോഗ്യശാസ്ത്രം, ഈ ആരോഗ്യശാസ്ത്രമൊക്കെ ഇപ്പൊ നമുക്ക് അത്ഭുതം തോന്നും. എന്താ അറിയോ, മരുന്ന് നിരോധിക്കുകയാണ്. ഞാൻ ധാരാളം മരുന്ന് കഴിക്കുന്ന ഒരാളാണ് അസുഖങ്ങളുണ്ടായിട്ട്. ഈ മരുന്ന് കുറെ കാലം കഴിയുമ്പോഴാണ് പേപ്പറിൽ വരുന്നത് ഇന്ന ബ്രാൻഡ് മരുന്ന് നിരോധിച്ചിട്ടുണ്ട്, അത് വിഷാംശമുണ്ട്. അപ്പോൾ നമ്മൾ 5-10 കൊല്ലം ഇത് കഴിച്ചിട്ട് നമ്മളെ പോയിണ്ടാവും. എന്താ ഇത് നിരോധിക്കേണ്ടി വരുന്ന നമ്മളെ പഠനം അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ആരോഗ്യ സങ്കല്പങ്ങളും മാറുന്നുണ്ടല്ലോ. ചില ആളുകൾ ഇത് പിന്നെ ഇന്ന രോഗിക്ക് പറ്റില്ല, പിന്നെ കുറെ കഴിയുമ്പോൾ അത് അധികം തിന്നാവേണ്ടതെന്നാ വരുന്നത്. എന്നൊരു സംഗതി ഗവേഷണം മാറുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖുർആനിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിഷിദ്ധമാക്കിയ ഒരു വസ്തു, ഒരു സ്വഭാവം, ഒരു പെരുമാറ്റം, ഒരു സംഗതി, അത് കാലാകാലം നിഷിദ്ധമാവണം മനുഷ്യന്റെ നിലനിൽപ്പിന്, വളർച്ചയ്ക്ക്, ആരോഗ്യത്തിന് എന്ന് കാണാം. അത് തന്നെ പോരെ ഈ ദീൻ മതി നമുക്ക് സമാധാനത്തിനും നമുക്ക് രക്ഷയ്ക്കും എന്ന് മനസ്സിലാക്കാൻ. അല്ലാത്ത എന്തെന്തെല്ലാം സിദ്ധാന്തങ്ങളും നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടോ ഒക്കെ അപൂർണമായിരിക്കും, എല്ലാം അപൂർണമായിരിക്കും. ആ അപൂർണമായ കാര്യം ഈ ശിക്ഷാവിധികൾ പോലും ഇപ്പോ ആളുകൾ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി കിട്ടുന്ന കാര്യം പെട്ടെന്നങ്ങ് അല്ലെ. ഇപ്പൊ സൗദി അറേബ്യയിൽ ഒരു മലയാളിയുടെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ ശരീഅത്ത് നിയമം ഓർഡർ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. കുറെ കഴിഞ്ഞപ്പോ ആ കോടതി തന്നെ അയാളെ വിട്ടുവീഴ്ച ചെയ്ത് പറഞ്ഞയച്ചു. അപ്പൊ ശരീഅത്ത് നിയമപ്രകാരം അതിന് വിട്ടുവീഴ്ച കിട്ടിയെന്ന് പറയുന്നില്ലല്ലോ. എന്താ പറയാ, അവിടുത്തെ നിയമം അങ്ങനെയാണ്. ഒരാള് ആക്രമിച്ചാല് അക്രമത്തിന് വിധേയനായ ആളുടെ അവകാശമാണ്, അയാൾക്ക് വേണേ വിട്ടുവീഴ്ച ചെയ്യാം, അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ വിടാം. അപ്പം കോടതി ചോദിച്ചു, ഇയാൾ അവസാനം ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നു, അത് ശരിയത്താണല്ലോ. അപ്പൊ അതിനൊരു ഇതുണ്ടായില്ല. എന്നിട്ട് ഇയാൾ എയർപോർട്ടിൽ വരുമ്പോ അവിടെ മന്ത്രിയും അവിടെ ആളുകളും ഫോട്ടോഗ്രാഫറും പത്രക്കാരും ഒക്കെ ഭയങ്കര എന്താണ് ശരീഅത്തിന്റെ ക്രൂരമായ ആ ഇതിൽ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു എന്നാ. അയാൾ രക്ഷപ്പെട്ടു വന്ന് ശരീഅത്തിന്റെ ഒരു നിയമം അനുസരിച്ചാ. കാരണം ഈ അയാൾ വേറൊരുത്തന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആ ആൾ അല്ലെങ്കിൽ അയാൾക്ക് പരിക്ക് പറ്റിയ ആ മനുഷ്യൻ ഇവനോട് സഹതാപമുണ്ടായി വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ള ആ വശം കാണുന്നില്ല. അതെന്താ പറയുക, അതൊരു ഗൂഢാലോചനയുടെ വശമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ദീനിൽ വലക്കും ഫിൽ ഖിസാസി ഹയാത്തു എന്ന് പറഞ്ഞ് നിയമം മനുഷ്യൻ എന്തിനാ പ്രതിക്രിയ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ജീവനുണ്ട്. ഇസ്ലാമിലെ ശിക്ഷയെ കുറിച്ചൊക്കെ ആളുകൾ എത്ര ക്രൂരമായി പറയുന്നറിയോ. 3 വർഷം മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഉപപ്രധാനമന്ത്രിയായിരുന്ന അദ്വാനി ഒരു പ്രഖ്യാപനം നടത്തിയ ഡൽഹിയിൽ നിന്ന്. എന്താ പറഞ്ഞെന്നറിയോ, ഡൽഹി തെരുവിൽ ഒരു മെഡിസിൻ വിദ്യാർത്ഥി ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയായി ആക്രമിക്കപ്പെട്ടു. ഭയങ്കര അദ്ദേഹത്തിന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ബലാത്സംഗം നടത്തുന്ന ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നാണ്. അത് എന്നിട്ട് ആരും അത് ക്രൂരാണെന്നൊന്നും പറഞ്ഞില്ല, കാരണം അതൊരു കാര്യപ്പെട്ട ആളാ പറഞ്ഞെന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ വളരെ കൃത്യമായും സൂക്ഷിച്ചും മനുഷ്യരിൽ നിന്ന് തിന്മകൾ തടയാൻ വേണ്ടിയും ചില ശിക്ഷാവിധികൾ പറയുമ്പോൾ അത് ക്രൂരമാണെന്ന് ആളുകൾ പറയുകയും ചെയ്യും. അപ്പോ മനുഷ്യന് നന്മയുണ്ടാകാനും മനുഷ്യന് സ്വസ്ഥതയുണ്ടാകാനും മനുഷ്യന്റെ ജീവിതം സ്വൈരമാകാനും വേണ്ടിയാണ് ഈ ദീൻ എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തിപരമായ സംഗതികളിൽ പോലും മനുഷ്യന്റെ മനസ്സും സമാധാനവും അവന്റെ സ്വസ്ഥതയും വിഷയമാണ്. ഇനി നോക്കൂ, നമ്മൾ ഭൗതികമായ ചില കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നതും അവിടെ തന്നെയാണ്. ഇപ്പൊ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണെന്ന്. ഒരാൾ കല്യാണം കഴിക്കുന്നത് അള്ളാഹു അവന്റെ അത്ഭുതകരമായ
സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു. സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും എന്ന വിധത്തിൽ ഇണകളെ സൃഷ്ടിച്ചു തന്നു. എന്തിനാ? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ. വിവാഹം പോലും ഒരു സമാധാനത്തിന്, ഒരു മനഃശാന്തിക്കാണെന്ന്. അതെങ്ങനെ മനഃശാന്തി ഉണ്ടാവുന്നത്? അത് മനഃശാന്തി ഉണ്ടാവുന്നത് ഇത് തന്നെ. ഇപ്പൊ ഒരാള് ഒറ്റയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യനെ അയാളെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കാനുള്ള ഒരാളും കൂടി ഉണ്ടാകുന്ന സമാധാനം തന്നെയാണ്. ഇപ്പൊ ഒരു സ്ത്രീക്ക് എനിക്ക് എന്റെ സുഖവും ദുഃഖവും എന്റെ ഉള്ളും പുറവും എല്ലാം ഉൾക്കൊള്ളാൻ ഒരു ഭർത്താവുണ്ടല്ലോ എന്നുള്ളത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ സഹായിക്കാനും അവനെ ശുശ്രൂഷിക്കുവാനും അവനെ സ്നേഹിക്കുവാനും ഒരു ഭാര്യയുണ്ടല്ലോ എന്നത് ഒരു വലിയ മനസ്സമാധാനം തന്നെയാണ്. അങ്ങനെയാണ്, മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഈ കുടുംബ ജീവിതം എന്നത് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിവാഹ ജീവിതം ഉണ്ടായതിന് ശേഷം മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, വേണ്ട വിധത്തിൽ ആലോചിക്കാത്ത ആൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്താ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ തന്നെ നമ്മള് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് മനസ്സമാധാനത്തെ, എന്നാ അള്ളാഹ് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ മനസ്സമാധാനം തന്നെ, അങ്ങനെ ഉണ്ടാകുമോ? അതായത് നമ്മൾ പണിയെടുക്കണം എന്നാ നബി പറഞ്ഞിട്ടുണ്ട്. അപൂർവമായി എപ്പോഴെങ്കിലും ഒരു സ്ത്രീയുടെ പക്ഷത്ത് നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമാക്കി കൊണ്ടു നടക്കുന്ന പുരുഷന്മാരോടുള്ള ഒരു ആഹ്വാനമുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു തെറ്റിനെ, ആ തെറ്റിനെ വലുതാക്കിയെടുത്ത് പ്രശ്നമാക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം എന്തുമാത്രം നന്മയും ശരിയുമുള്ളവളാണ് അത് എന്ന്. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം കരിഞ്ഞുപോയി വിചാരിക്കുക. ഒരു ദിവസമല്ലേ കരിഞ്ഞു പോയത്? ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കി തന്ന ഭാര്യയാണിത്. അതല്ല ആലോചിക്കുക. ഇതൊന്നിങ്ങനെ ഇനി തിരിച്ചു നോക്കുക. ഇയാൾ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാവലുണ്ടോ? ഭർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യവും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണോ? അല്ല, അയാൾക്കുണ്ടാവും അബദ്ധം, ഭാര്യക്കുണ്ടാവും അബദ്ധം, ഭർത്താവിനും ഉണ്ടാവും അബദ്ധം. അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ അവിടെ ഒരു സമാധാനത്തിന് വഴി കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. എല്ലാവർക്കും തെറ്റ് പറ്റും, കുറ്റം ഉണ്ടാവും. ഞാൻ അങ്ങനെ ശരിയാന്ന് വിചാരിച്ചു, പക്ഷെ ശരിയായി വന്നില്ല. ഇങ്ങനെ ആവുന്ന വിചാരിച്ചിരുന്നത്, എന്നിട്ട് അത് ചെയ്തത്, പക്ഷെ അതങ്ങനെ ഉണ്ടായില്ല എന്നത് പരസ്പരം പങ്കുവെക്കാനും അറിയാനും കഴിയണ്ടേ? അതിനാണ് അന്വേഷിക്കണം, അറിയണം, വിട്ടുവീഴ്ച ചെയ്യണം, അഭിപ്രായം ചോദിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ മനസ്സമാധാനം ഉണ്ടാവും. മനസ്സമാധാനം തകർക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി കുടുംബം തന്നെയാണ്. ഈ കുടുംബത്തിന് മനസ്സമാധാനം കിട്ടണം എന്തുകൊണ്ടെന്നറിയാം? ഈ കുടുംബം ഒരു ഏകകമായി നിൽക്കണം, ഒരു യൂണിറ്റാണ്. അതിലെ മുഴുവൻ അംഗങ്ങൾക്കും പങ്കാളിത്തമുണ്ട്. ഇപ്പൊ എനിക്ക് മാസത്തിൽ എത്ര റുപ്യാണ് വരുമാനം എന്ന് എന്റെ ഭാര്യക്കും മക്കൾക്കും അറിയില്ലെങ്കിൽ എന്താ കലഹം തന്നെ ആയിരിക്കും. എന്നും മാസത്തിൽ 5000 റുപ്യ വരുമാനമുള്ള ഒരാളാണ് വിചാരിക്കുക. 5000 റുപ്യ വരുമാനമുള്ള ഒരാളൊരു കുടുംബത്തിന് ഭക്ഷണത്തിന് പണം വേണം, വസ്ത്രത്തിന് പണം വേണം, കുട്ടിക്ക് സ്കൂൾ കൊടുക്കാൻ ഫീസ് വേണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും അതിഥികൾ വന്നാലും എഴുതുന്ന അമിത ചെലവ് വേണം. ഇതൊക്കെ പരിഹരിക്കാൻ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാ മാസവും എനിക്ക് പുതിയ ഉപ്പായ എടുക്കണം എന്ന് വിചാരിച്ചാലോ, അല്ലെങ്കിൽ വലിയൊരു വ്യവസായിയുടെ മകന്റെ മാതിരി എനിക്കും വേണം ഉപ്പ എന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് നടക്കൂല. അപ്പൊ മക്കൾ അറിയണം, ഭാര്യ അറിയണം, ബാക്കിയുള്ളവരും അറിയണം. ഇത്രേ നമുക്ക് ഉള്ളൂ, ഇത്രേ ഉള്ളൂ നമുക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ കലഹം തന്നെ പിന്നെ അവിടെ. അപ്പൊ മനസ്സമാധാനത്തിന് ഈ ഒരു കൂട്ടായ്മ വളരെ പ്രധാനമാണ്. അതാണ് കാണേണ്ടത്. പിന്നെ ഒരു മനുഷ്യന് ഇതിലെ ആശ്വാസം. ഇപ്പൊ നടക്കുന്ന മനഃശാസ്ത്ര പഠനങ്ങളിൽ ഒരു പുതിയ പഠനം വന്നിട്ടുണ്ട്. എന്താ പഠനം എന്നറിയോ? പ്യൂരിഫിക്കേഷൻ, മനസ്സിന്റെ ശുദ്ധീകരണം. എങ്ങനെ സാധിക്കാണ്? അതിൽ പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കൽ അതിന് വലിയ വഴിയാണെന്നാണ്. അതായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്താൽ അത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, അതായത് അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ടാവുന്നതാണ്. ആ ഒരു ആശ്വാസം ഒരാളെ, അത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തം ആവശ്യമുണ്ടായിട്ടും മറ്റൊരാളുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അത് സ്വന്തം മനസ്സിന് വല്ലാത്തൊരാശ്വാസം നൽകും. അപ്പൊ എനിക്ക് ആവശ്യമുണ്ട്, അപ്പൊ എന്റെ അടുത്തൊരു 10000 റുപ്യ ഉണ്ട്, എനിക്ക് അതുകൊണ്ട് ഇന്നതാണ്. പക്ഷെ വേറൊരു മനുഷ്യൻ, അയാളുടെ മകൻ ഓപ്പറേഷനാണ്, അവൻ പൈസ അല്ല എങ്കിൽ ഏതായാലും എനിക്കിത് ഉള്ളതൊന്നുകൂടി ഉണ്ടാക്കാനല്ലേ, ഞാൻ ഇവനതിൽ നിന്ന് കൊടുക്കട്ടെ. ആ കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ഒരു ശുദ്ധീകരണം വരുന്ന, അങ്ങനെ ആ ശുദ്ധീകരണം വരുമ്പോൾ ഇത് ഈ പ്രഷറും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയും മനസ്സിന്റെ വിശാലത അതുമായി ബന്ധമുണ്ട് എന്നാണ്. ഇപ്പൊ ചില അതിൽ പറയുന്നല്ലോ, ചില ഈ സൈക്കോ തെറാപ്പി, പുതിയ ചികിത്സാ വിധികളിൽ മ്യൂസിക് തെറാപ്പി, ഇങ്ങനെ പല തെറാപ്പിയും വന്നതിൽ പറയുന്ന ഒന്ന് എന്താണെന്നറിയോ? മനുഷ്യന്റെ മനസ്സ്, ഇപ്പൊ ഒരാൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കാൻ വിചാരിക്കാം. ആ സമയത്ത് അയാളുടെ പ്രഷറും അയാളുടെ പൾസും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അയാൾ കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. ഒരു ദിവസം രാവിലെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ മദ്രാസിൽ ഒരു ഹോസ്പിറ്റലിൽ പോവാണ് ഒരു കുടുംബം.
അപ്പൊ ആ കുടുംബം പോകുമ്പോൾ അതില് ഒരു കുട്ടിക്ക് ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. ചെറിയ കുട്ടിയാണ്, പക്ഷെ എത്ര വയസ്സ് കഴിഞ്ഞാൽ എടുക്കണം എന്നൊക്കെയാണ്. അങ്ങനെ അയാള് കണ്ണൂരല്ല മംഗലാപുരം മുതൽ മദ്രാസ് വരെയുള്ള ടിക്കറ്റിന്റെ ഡബിളും ഫൈനും എല്ലാം കൂടെ 1000 റുപ്യ കൊടുക്കണം. അപ്പൊ ഇയാൾ ആകെ ചൂടാന്നറിയും രക്ഷിതാവ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവല്ലേ, ഫാസ്റ്റിംഗ് ഇപ്പൊ എടുക്കണ്ടേ, അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ ടെൻഷൻ ആയാല് ഷുഗർ അതിന്റെ അളവ് കൂടും, അതുകൊണ്ട് നിങ്ങൾ ആ പൈസ കൊടുത്ത് വേഗം പോകാൻ വേണ്ടത്. എന്താ സൂചിപ്പിക്കുന്നതെന്നറിയോ? മനുഷ്യന്റെ മനസ്സ് ആരോഗ്യത്തിൽ, ശരീരത്തിൽ, ബ്ലഡിൽ ഒക്കെ പോലും ഇതിന്റെ ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്നാണ്. അപ്പൊ ശാന്തമാകണം. അങ്ങനെ ശാന്തമായാൽ അവസാനം മരണം വരുമ്പോഴും ഉണ്ടാവും ഒരു ശാന്തത. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പൂണ്ട ആത്മാവേ. മരണനേരത്ത് നല്ല മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന ഒരാശ്വാസ വചനമാണത്. മരിക്കാൻ നേരത്തും ഉണ്ടല്ലോ കുറെ ബേജാറ് തന്നെയാണ് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഇപ്പോ നമ്മൾ ഒരാൾ മരിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, ഇടപാടുകൾ, ബിസിനസ്സുകൾ, സംഗതികൾ. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഈ ഭൂമിയുടെ മുകളിൽ, നമ്മൾ മരിക്കുന്ന ആൾ മാത്രം ഭൂമിയുടെ അടിയിൽ. അത് ഒരു ദുഃഖം, വേദന തന്നെയല്ലേ? പക്ഷെ ആ വേദനയും ദുഃഖവും ഉള്ളപ്പോഴും യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പൂണ്ട ആത്മാവേ, ഇർജി ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നിന്റെ രക്ഷിതാവിലേക്ക് ഇതാ തൃപ്തിപ്പെട്ടു വന്നോ. നീ നിന്റെ രക്ഷിതാവിനെ തൃപ്തിപ്പെട്ട നിലയിൽ, നിന്റെ രക്ഷിതാവ് തൃപ്തിപ്പെട്ട നിലയിൽ, വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നീ എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് വാ, എന്റെ സ്വർഗത്തിലേക്ക് വാ. അത് നമ്മൾ കാണുന്നില്ലെങ്കിലും മരിക്കുന്ന മനുഷ്യനൊരു ആശ്വാസം ഉണ്ടാവുന്ന, മരണനേരത്ത് പടച്ചവന്റെ ഒരു സ്വാഗതമാണ്, ഇങ്ങ് വന്നോ നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിലേക്ക്, ഇങ്ങ് വന്നോ സ്വർഗത്തിലേക്ക്. അങ്ങനെ ഒരാശ്വാസവും ഒരു സമാധാനവും മരിക്കുമ്പോഴും ഉണ്ടാവും. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു സമാധാനം, ശാന്തി, സ്വസ്ഥത, ആ സ്വസ്ഥതയോടുകൂടി അങ്ങ് മരിച്ചു പോകാനും സാധിച്ചാൽ അതാണ് ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഗതി. അതില്ലാതെ എന്നും അസ്വസ്ഥതയും കലഹവും അത്യാഗ്രഹങ്ങളും ദുർമോഹങ്ങളും മരണനേരത്ത് പോലും അത്തരം പ്രശ്നങ്ങളുമായി പോകുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഉണ്ടായിത്തീരുക. അതിന് നാം അതൊക്കെ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഇസ്ലാം ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കുന്നതിന് വളരെ താല്പര്യം കാണിക്കണം. അത് നമ്മൾ ഇപ്പോ ഏതെങ്കിലും ഒരാളത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തോട് അത് പറഞ്ഞു കൊടുക്കണം, എന്റെ ഭാര്യയെ ഞാൻ ഉപദേശിക്കണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് അതിന് അവസരമുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് പറയാം, നമ്മൾ ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ പണമായിരിക്കാം ഒരു പക്ഷേ നമുക്ക് നാശമായി തീരുന്നത്. അടുത്ത തലമുറയിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹുവിന്റെ നിയമം അനുസരിക്കാനുള്ള ആ ഒരു വിശ്വാസവും അതിനുള്ള സന്നദ്ധതയും വളർത്തിയെടുക്കുന്നതിലാണ് നമുക്ക് രക്ഷയുണ്ടാവുക. അത് നാം ഓർത്താൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. പടച്ചവൻ വിധിച്ചത് അൽഹംദുലില്ലാഹ് അതാണ് എനിക്കുണ്ടായിരുന്നത്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഞാൻ തൃപ്തിപ്പെട്ട് അത് അംഗീകരിക്കുന്നു എന്നൊരു സ്വസ്ഥതയോടുകൂടി നമുക്ക് ജീവിക്കാനും മരിക്കാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സ്വസ്ഥതയോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.